എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാൻ ന്യൂട്രിചാർജ് വുമൺ ആണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. മേരാ ചാർജ് ന്യൂട്രിചാർജ് JRCM. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കറിയാം നമ്മൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലായത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ശരീരത്തിൽ പോഷകങ്ങൾ വളരെ കുറവും അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കൂടുതലുമാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിനാണ് ഇപ്പോൾ ന്യൂട്രിചാർജ് വുമൺ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടും നമ്മളുടെ ഈ പ്രദേശത്ത് വളരെ നല്ലവണ്ണം ഈ പ്രൊഡക്റ്റ് പോയി എന്നുള്ളതാണ്. ആ പ്രൊഡക്റ്റ് നല്ലവണ്ണം പോയതിന്റെ കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ അതിന്റെ റിസൾട്ട് തന്നെയാണ്. അപ്പൊ അത് കഴിച്ചപ്പോൾ റിസൾട്ട് വന്നു. പക്ഷെ ആ റിസൾട്ട് വരിക എപ്പോഴാണ്? കഴിച്ചാലേ വരത്തുള്ളൂ. എങ്ങനെയാ കഴിക്കുക? നമ്മൾ അത് പറഞ്ഞു കൊടുത്താലേ പറ്റുന്നു. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ അതുകൊണ്ടാണ് നമ്മൾ ആ ക്യാമ്പയിന്റെ ഭാഗമാക്കിയത്. കാരണം ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു ജനറേഷന് വേണ്ടി മാത്രമല്ല, വരുന്ന തലമുറകൾക്ക് പോലും അത് വളരെ അത്യാവശ്യമായത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ന്യൂട്രിചാർജ് വുമൺ ഈ തലമുറ കഴിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് നമ്മൾ എങ്ങനെ ആരോഗ്യം കൊടുക്കും? അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അമ്മക്ക് ആരോഗ്യത്തിനെ പറ്റിയോ അല്ലെങ്കിൽ പോഷകത്തിനെ പറ്റിയോ അറിവില്ലാത്തത് മകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. മകൾക്ക് അത് അറിയാൻ പറ്റാതെ അതങ്ങനെ ജനറേഷൻ ബൈ ജനറേഷൻ നമുക്ക് ഈ അറിവില്ലായ്മയാണ് നമ്മൾ പകർത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അറിവ് നേടിക്കൊണ്ട് മറ്റുള്ളവർക്കും നമ്മളുടെ അടുത്ത ജനറേഷനിലേക്കും അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ വന്നത്, നമ്മൾ ഈ ക്യാമ്പയിന് സാധാരണ കാണുന്ന പോലെ ഒരു 4 മാസത്തേക്ക് 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾ ഒരു 5 വർഷത്തേക്ക് തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് നമ്മൾ ഏകദേശം 15 കോടി ലേഡീസിന്റെ കയ്യിൽ ന്യൂട്രിചാർജ് വുമൺ എന്നുള്ള ആശയം എത്തിക്കും, ഈ പ്രൊഡക്റ്റ് എത്തിക്കും. അപ്പോൾ എന്തായിരിക്കും? അതിനു വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം പലവട്ടം പ്രസന്റേഷനിൽ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. ഇത് ഞാനോ അല്ലെ ന്യൂട്രിചാർജിന്റെ 10 ആളോ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. അവിടെ നിങ്ങളെ എല്ലാവരുടെയും സഹായ സഹകരണവും ഒത്തൊരുമ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും കൈകോർത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ സമൂഹത്തിലെ സ്ത്രീകളെയും പെൺകുട്ടികളും നമ്മളെ കുടുംബത്തിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയൊക്കെ നമുക്ക് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് വിമൺ. ഈ ന്യൂട്രിചാർജ് വിമൺ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ പറയാൻ ചില സമയം ബുദ്ധിമുട്ടായിരിക്കാം, ചില സമയം പറയാൻ സമയത്ത് കോൺഫിഡൻസ് പോയേക്കാം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മനോഹരമായിട്ടുള്ള ടൂൾസുകൾ കൊണ്ട് തന്നിട്ടുണ്ട്. ആ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ഈ പ്രൊഡക്റ്റ് അറിയാതെയും നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മുടെ സൗരഭ് ഛാബ്ര സാർ പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം അത്രയും വിലയിരുത്തി എന്നുള്ളതാണ്, അതിനെ ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ടൂൾസുകൾ കൊണ്ട് മാത്രം നമുക്ക് ഇനി ജോയിനിങ് നടക്കുമല്ലോ, നമുക്ക് ബുക്കും പ്ലാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പറഞ്ഞു തീർന്നിട്ടില്ല. നെക്സ്റ്റ് ഡേ തന്നെ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൽ നിന്നുള്ള കുറെ ആൾക്കാർ, ഒരു ലേഡി ഒരൊറ്റ ദിവസം കൊണ്ട് 30 ജോയിനിങ് എടുത്തു. നമ്മളുടെ ന്യൂട്രിചാർജ് വുമൺ ടൂൾസ് മാത്രം കൊടുത്തുള്ളൂ. കാരണം ഈ ടൂൾസ് കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് വരുന്നുണ്ട്. ആ റിസൾട്ട് നമുക്ക് വളരെ മുന്നോട്ടേക്ക് ആരോഗ്യം കൊണ്ടുപോകുമെന്നുള്ള ഒരു അറിവ് നേടുമ്പോൾ, നമ്മളും ആ ബിസിനസിന്റെ ഭാഗമാണെന്ന് അറിയുമ്പോൾ അവർ നമ്മളുടെ കൂടെ ഓട്ടോമാറ്റിക്കലി വന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പം ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ്. നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ആ ടൂള് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. മാക്സിമം എത്ര ആൾക്കാർ എത്ര കണക്കിന് വേണമെങ്കിലും ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ജസ്റ്റ് ആ ടൂൾസ് ഒന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇതൊരു ന്യൂസ് പേപ്പർ ലീഫ്ലെറ്റ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ഇംഗ്ലീഷും മറുവശത്ത് മലയാളവും. അപ്പം മലയാളത്തിൽ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ലിറ്ററേച്ചർ കിട്ടുന്നു, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിനെ പിന്നെ എന്താ പറയണം? ഒന്നും പറയാനില്ല. അപ്പൊ ഈ ലിറ്ററേച്ചർ, ഈ ലീഫ്ലെറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ നമ്മളുടെ താമസിക്കുന്ന ഏരിയയിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന കോളനിയിലോ ഉള്ള പേപ്പറുകളിലോ അല്ലെങ്കിൽ നോട്ടീസ് ബോർഡുകളിലോ സ്കൂളിലെ നോട്ടീസ് ബോർഡുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഓഫീസുകളിലോ എല്ലാം എവിടെയൊക്കെ മനുഷ്യന്മാരുണ്ടോ, എവിടെയൊക്കെ സ്ത്രീകളുണ്ടോ പെൺകുട്ടികളുണ്ടോ, അവിടെയൊക്കെ നമുക്ക് ഈ ലീഫ്ലെറ്റുകൾ കൊണ്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് താഴെ നമുക്ക് ഒരു സ്പേസ് ഉണ്ട്, നമ്മളുടെ പേരും മൊബൈൽ നമ്പറും എഴുതാനുള്ളത്. അപ്പൊ നിങ്ങളൊരു 100 പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ ഏത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചുരുങ്ങിയത് ഒരു അതിശോക്തിപരമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട, കാരണം ഇതൊക്കെ നടന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്, 10-80 ആളെങ്കിലും നിങ്ങൾ വിളിക്കും. ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് റെഫറൻസ് ഓട്ടോമാറ്റിക്കലി കിട്ടുക ചെയ്യുന്നത്. നമ്മൾ ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് 80 ആൾ നമ്മളുടെ അടുത്തേക്ക് വരിക ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കും? ആൾ എത്തിക്കഴിഞ്ഞു,
അല്ലെങ്കിൽ ഫോൺ ചെയ്തു, നമ്മൾ അവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ടൂളുമായിട്ട് അവിടെ എത്തും. ഈ രണ്ടാമത്തെ ടൂളാണ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത്. ഇത് ആദ്യം ഒരു ഹിന്ദിയിലായിരുന്നു, പിന്നെ അത് 2 ഭാഷയിലും കൂടി വന്നു, ഇംഗ്ലീഷിലും മലയാളത്തിലും. അപ്പൊ ഏതൊരു മൂന്നാമത്തെ ഭാഷയോ രണ്ടാമത്തെ ഭാഷയോ മലയാളമായിട്ടാണ് വരിക. അതിനുശേഷം പിന്നെ 2 ഭാഷയും കൂടിയായി, അതായത് ബംഗാളിയും അസാമീസും. അപ്പൊ 5 ഭാഷയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് നോക്കണ്ട, നമുക്ക് മലയാളം മതി. നമ്മൾ മലയാളത്തിലെ ഈ ഒരു ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബുക്ക്ലെറ്റുമായിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്ക് പോലും നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം അതിന്റെ ഓരോ പേജുകളും നമ്മൾ പറയാതെ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ ഫിസിക്കൽ മീറ്റിംഗ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലാസ് എടുക്കുമ്പോഴോ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്ത്രീകളോടും പെൺകുട്ടികളോടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണെന്ന് അറിയാവോ? ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇല്ല എന്നാ പറയും. കാരണം നോക്കിയിട്ടില്ല, നോക്കാൻ അവർക്ക് തോന്നിയിട്ടില്ല, ഇല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു ആവശ്യകത ഉണ്ടോ എന്ന് അവർക്കറിയില്ല. ഇനി അഥവാ നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു 100 ആളെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ആള് പോയിരിക്കും, ബാക്കി ആൾക്കാരൊന്നും പോകത്തില്ല. കാരണം ഭയമാണ്. കാരണം ഹീമോഗ്ലോബിന്റെ പേരിൽ ബാക്കി എന്തെങ്കിലും അസുഖം കണ്ടുപിടിച്ചാൽ നമ്മൾ കുടുങ്ങിയില്ലേ? ഒന്ന്. രണ്ടാമത്തത് ലാബിൽ പോകണം, അവിടെ കാശ് കൊടുക്കണം, പിന്നെ സൂചി കൊണ്ട് കുത്തണം, രക്തമെടുക്കണം, പല പല നൂലാമാലകൾ തോന്നിയിട്ട് ആരും പോകാറില്ല. പക്ഷെ ഈ ഒരു ബുക്ക്ലെറ്റ് ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് എല്ലാം പറഞ്ഞു തരും. അതുകൊണ്ട് തീരെ പരിചയമില്ലാത്ത ആളുകൾക്ക് ഈ ബുക്ക്ലെറ്റ് ഒന്ന് കാണിച്ചാൽ മതി, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നിങ്ങളെ കൂടെ കൂടുന്നത് കാണാം. അതിന്റെ പുറമെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീണ്ടും 2 ചെറിയ ബുക്ക്ലെറ്റ് 2 ഭാഷകളിലാണ് ഉള്ളത്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും. വളരെ സിമ്പിൾ ഇംഗ്ലീഷിലാണ്, നിങ്ങളെല്ലാം കയ്യിലുണ്ടത്, നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ മേടിച്ചു കൊണ്ടുപോയ ആൾക്കാർ എത്ര ഇത് മുഴുവനും വായിച്ചിട്ടുണ്ടെന്നതാണ്. കാരണം ഇത് 14 പേജേ ഉള്ളൂ. അപ്പൊ 14, 28 പേജ്, പിന്നെ ബാക്കിയുള്ള ഒരു 6-7 പേജ്, 32 പേജ് കഷ്ടി. ഈ 32 പേജ് മുഴുവൻ വായിച്ച എത്ര ആൾക്കാരുണ്ട്? കാരണം ഇത് വീട്ടിൽ കൊണ്ടാച്ച കൊണ്ടൊന്നും ഈ ടൂൾ കൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പൊ ഈ 2 പുസ്തകം, ഒന്ന് ഹീമോഗ്ലോബിനെ പറ്റി ഇൻ ആൻഡ് ഔട്ട്, ഒന്ന് പീരിയഡ്സിനെ പറ്റി ഇൻ ആൻഡ് ഔട്ട്, എല്ലാം നിങ്ങളുടെ സംശയം, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ എല്ലാം ക്ലിയർ ആയിട്ട് അതിൽ പറയുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത്, പല സ്ത്രീകളോടും പെൺകുട്ടികളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഡു യു മീൻ ബൈ മെൻസ്ട്രുവൽ പീരിയഡ്? അവർക്കത് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമമായിട്ടുള്ള കാര്യം. അറിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം മാസത്തിൽ ഒരു സമയം വരും, 28 29 ദിവസം കഴിഞ്ഞിട്ട് അത് ചില സമയം അങ്ങോട്ടാവും, ചില സമയം ഇങ്ങോട്ടാവും, ചില സമയത്ത് ഇങ്ങോട്ടേ ആവില്ല, ചില സമയം വരത്തില്ല. അവരുടെ രക്തം വരുന്നത് ആ ബ്ലീഡിങ് നടക്കുന്ന സമയത്ത് മെൻസ്ട്രുവൽ പീരീഡ് ആവുന്നു എന്നുള്ളൊരു തോന്നൽ മാത്രം. പക്ഷെ ഇതിന്റെ ഫിസിയോളജിക്കൽ എന്താണ് പ്രോസസ്, എന്താണ് സംഭവിച്ചത്, ഹൗ ഇറ്റ് ഹാപ്പൻസ്, വൈ ഇറ്റ് ഹാപ്പൻസ്, വാട്ട് ഇസ് ദിസ്, ഒന്നുമേ അറിയില്ല എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്ക് പീരീഡ്സ് ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും, ചില ആൾക്ക് തീരെ ബ്ലീഡിംഗ് ഉണ്ടാവില്ല, ചില ആൾക്ക് സിവിയർ പെയിൻ ആയിരിക്കും, ചില ആൾക്ക് തീരെ വേദന ഉണ്ടാവില്ല, ചില ആൾക്ക് ഒരു മാസത്തിൽ 2 പ്രാവശ്യം വരും, ചില ആൾക്ക് 2 മാസത്തിൽ ഒരിക്കൽ വരും, ചില ആൾക്ക് കുറെ മാസത്തിൽ വരും. ഇതെല്ലാം ഉള്ള ആൾക്കാരുടെ സംശയങ്ങളൊക്കെ ഈ ബുക്ക്ലെറ്റിന്റെ അകത്ത് വളരെ മനോഹരമായിട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇതിനൊക്കെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാൻ എന്താ വെച്ചാൽ, ഈ ബുക്ക്ലെറ്റ് നിങ്ങൾ നോക്കിയേ, ഈ ബുക്ക്ലെറ്റ് ഇത് കണ്ടോ, ഈ ഒരു ബുക്ക്ലെറ്റ് ജസ്റ്റ് ഇമാജിൻ, ഈ ഒരു ബുക്ക്ലെറ്റ് ഇത് ഒന്നിന് 50 രൂപയാണ്, ഒരു കെട്ടില് 10 എണ്ണം ഉണ്ട്, 500 രൂപയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് 250 രൂപക്ക്, അപ്പൊ 5 എടുത്താൽ 5 ഫ്രീ. എവിടെയാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്? വാരിക്കോരി ഫ്രീ ആ കൊടുത്തിരിക്കുന്നത്. ഈ ബുക്ക്ലെറ്റ്, അടുത്ത ബുക്ക്ലെറ്റ് നോക്കി, അടുത്ത ബുക്ക്ലെറ്റ് ഈ ബുക്ക്ലെറ്റ്, ഇത് ഒരു ബുക്കിന് 10 രൂപയാണ്, അപ്പൊ 2 ബുക്കിന് 20 രൂപയായി. ഇത് 25ഉം 25ന്റെയും ഒരു കെട്ടാ, അപ്പം രണ്ടും കൂടി കൂടിയിട്ട് 50ന്റെ ഒരു കെട്ട്. അത് നിങ്ങൾക്ക് 500 രൂപക്ക്, അത് ആക്ച്വലി 500 രൂപയാണ്, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ ആ കെട്ട് 250 രൂപക്ക് തരുന്നത്. അപ്പൊ 25ന് 25 ഫ്രീ ആയി. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മാക്സിമം പ്രൊമോഷൻ നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബുക്ക്ലെറ്റ്, ഇത് ലീഫ്ലെറ്റ് 50ന്റെ കെട്ടാണ്, അത് 100 രൂപക്കാണ്. അങ്ങനെ 3 മനോഹരമായിട്ടുള്ള ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ടൂൾസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പ്രൊഡക്റ്റ് പറയാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഇനി ഉണ്ടാവരുത്. സോ പ്ലീസ് പ്രൊമോട്ട് ഇറ്റ്, പ്ലീസ് ഗ്രാബ് ഇറ്റ്. അപ്പൊ ഇത് എവിടെയൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ടോ അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ രാജഗിരിയിൽ ഉണ്ടായിരുന്നു, അവിടെ ബഹുഭൂരിപക്ഷം ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറെ ആൾക്കാർ മേടിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ വളരെ സങ്കടവും. അവരെന്തുകൊണ്ടത് മേടിച്ചു പോയില്ല എന്നുള്ളത്. ചില ആൾക്കാർ അത് വന്ന് നോക്കി പോലും, നോക്കി തിരിച്ചു മറച്ചു, അവിടെ തന്നെ വെച്ച് അങ്ങോട്ട് പോയി. അത് തൊട്ടു നോക്കാൻ എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായില്ല, വാട്ട് വാസ് ദ ലോജിക് ബിഹൈൻഡ് ഇറ്റ്. പക്ഷെ അവർ മേടിച്ചില്ല, അത് ഒരു കാര്യം. പക്ഷെ എന്നാലും ചില ആൾക്കാർ എന്നോട് പറഞ്ഞു, ചില ആൾക്കാർ ഞാൻ ഏൽപ്പിച്ചു സാർ, പക്ഷെ അവരത് മേടിച്ചു കൊണ്ട് കൊടുത്തില്ല. അപ്പൊ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, പല ആൾക്കാർക്കും അത് കിട്ടാതെ പോയി. പല ആൾക്കാർ മെസ്സേജ് അയക്കുന്നു, സാർ ഇനി ഇത് കിട്ടുമോ? ഇനിയും കിട്ടും, നിങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നൽകിക്കൊണ്ടേയിരിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പം ULB പ്രോഗ്രാം കോഴിക്കോട് നടക്കുന്നുണ്ട്, അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ആലുവ വണ്ടർവേൾഡിലുണ്ട്. അപ്പോൾ
അവിടെ പോകുന്ന ആൾക്കാർക്ക് അത് ഗ്രാസ്പ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, അവിടെ പോകുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ടീമിലേക്ക് വേണ്ടിയിട്ട് മേടിക്കുക. പോകുന്ന സമയത്ത് ടീമിനോട് പറയാം, ഞാനിങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് പുസ്തകം വേണമെങ്കിൽ പറയൂ. കാരണം ഈ ഒരു കെട്ട്, ഈ 3 ആ ഒരു ലോട്ട് നമുക്ക് വെറും 600 രൂപക്കാണ് കിട്ടുന്നത്. 600 രൂപ എടുത്ത് പോകുക, ഈ 3 കെട്ട് മേടിച്ചു പോകുക. സിമ്പിൾ. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ നമുക്കിന്ന് ആ പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് കൂടുതൽ ക്ലിയർ ആയിട്ട് പഠിക്കാം. സോ ന്യൂട്രിചാർജ് വിമൻ, ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 11 വർഷം മുന്നേ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റാണ്. ന്യൂട്രിചാർജ് ആദ്യം ന്യൂട്രിചാർജ് മാൻ ആയിട്ട് വന്നു, പിന്നെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കൊക്കോ ആയിട്ട് വന്നു, 3ാമത്തെ പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നു ന്യൂട്രിചാർജ് വുമൺ. ഇതെല്ലാം സൗഭാഗ്യവശാൽ എനിക്ക് തന്നെ ലോഞ്ച് ചെയ്യാനുള്ള സൗഭാഗ്യം കിട്ടി. അപ്പൊ ഞാൻ തന്നെ ലോഞ്ച് ചെയ്തു ന്യൂട്രിചാർജ് വുമൺ. അന്ന് ലോഞ്ച് ചെയ്ത ദിവസം മുതൽ ഇന്ന് വരെ ഒരു കാര്യമാണ് ഇതിനോട് ഞാൻ ചെയ്തത് പറയുന്നത്. ഒരു പെൺകുട്ടിക്കും ഒരു സ്ത്രീയുടെയും ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് ന്യൂട്രിചാർജ് വുമൺ തന്നെയായിരിക്കും. യാതൊരു സംശയം അതിനെപ്പറ്റി വേണ്ട എന്ന്. എന്താണ് കാരണം, അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. എനിക്കൊന്നേ പറയാനുള്ളൂ, നോട്ട്ബുക്കും പേനയും എടുത്തിരിക്കുക, ഇവിടെ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക. അല്ലാതെ പ്രോഗ്രാമിൽ ചുമ്മാതെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. കാരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം നമുക്കറിയുന്നതാണ്. പക്ഷെ അതങ്ങ് പൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കാര്യമായിരിക്കും. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാനും പറ്റാത്ത വ്യവസ്ഥയാണ്. അതുകൊണ്ട് നോട്ട്ബുക്കും പേനയും അത്യന്താപേക്ഷികമാണ് ഇങ്ങനത്തെ പ്രോഗ്രാമിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ. ഓക്കെ, സോ ന്യൂട്രിചാർജ് വുമണെ പറ്റി നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള പൂർണ്ണ വളർച്ചയ്ക്ക് അത് ഏതൊരു അവസ്ഥയിലും ഏതൊരു പ്രായത്തിലും അത്യാവശ്യം പോഷകം തന്നെയാണ്. അപ്പൊ പോഷകമില്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവില്ല, ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അത് ഏത് പ്രായമായാലും. പ്രായം കൂടുന്നതനുസരിച്ചിട്ട് പോഷകങ്ങളുടെ അത്യാവശ്യകത വളരെ കൂടുകയും ചെയ്യും. അപ്പൊ നമുക്ക് പോഷകമേ ഇല്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, പോഷകം കഴിക്കാതെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, അതിന്റെ ദുരിതങ്ങൾ നമുക്ക് വരും കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ നോക്കൂ, നമ്മള് പഴയ കാലത്ത് അമ്മൂമ്മമാര് അവരൊക്കെ കുറെ കുട്ടികളെ പ്രസവിച്ച ആൾക്കാരാണ്. 5, 6, 7, 8, 9, 10 അങ്ങനെ അങ്ങനെ ഒത്തിരി പ്രസവങ്ങൾ നടക്കുമായിരുന്നു. ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത പ്രസവങ്ങളായിരുന്നു, സുഗമമായിട്ടുള്ള പ്രസവങ്ങളായിരുന്നു. അപ്പോ അതേ കുടുംബത്തിൽ പ്രസവിച്ച പെൺകുട്ടി ഇപ്പോൾ ഒരു പ്രാവശ്യം ഗർഭിണിയാവാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം പലതുമാണ്. ആ കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതും ആ പെൺകുട്ടിയെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും. ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയും സ്ത്രീയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണം, അവരെ ശരീരത്തിൽ ഉണ്ടാവുന്ന ക്ഷീണം, തളർച്ച, പിന്നെ അങ്ങനെ പോലെ സ്റ്റാമിന ഇല്ലായ്മ, എനർജി ഒക്കെ കുറഞ്ഞു പോകുന്നത്, ഇതിന്റെയൊക്കെ കാരണം അവരുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ലെവൽ വേണ്ടത്ര ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിയ ഒരു പെൺകുട്ടിക്ക് 12 ഗ്രാം പെർ ഡെസിലിറ്റർ മുതൽ 16 ഗ്രാം പെർ ഡെസിലിറ്റർ ആയിരിക്കണം ഹീമോഗ്ലോബിന്റെ ലെവൽ. ആ ഹീമോഗ്ലോബിൻ ലെവലിനേക്കാളും താഴോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ എനീമിക് ആണെന്നാണ് അർത്ഥം. എനീമിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മാരകമായിട്ടുള്ള ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഈ പ്രൊഡക്റ്റ് എനീമിയയിൽ നിന്ന് മുക്തി നേടാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോഴും വേണ്ടതുപോലെ ആള് അത് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അത് കഴിക്കാത്തവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കുന്നില്ല എന്നുള്ളത്. റൈറ്റ്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഒരു വീട്ടില് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചെറിയ കാലത്ത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം രണ്ടുപേർക്കും ഒരേപോലത്തെ ഭക്ഷണം കൊടുക്കുക, ആ ഒരേപോലത്തെ പോഷണം കൊടുക്കുക, കുഴപ്പമൊന്നുമില്ലാതെ അവർ രണ്ടുപേർക്കും ഒരേപോലത്തെ ആരോഗ്യം ഉണ്ടാവും. പക്ഷെ കുറച്ചു കാലം മുന്നോട്ടേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ അഡോലസൻസ് ഏജിലേക്ക് എത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്നു. ആ പീരീഡ് തുടങ്ങുമ്പോൾ ആ പെൺകുട്ടിക്ക് വേണ്ട പോഷകങ്ങളുടെ അളവ് കൂടും, പോഷകങ്ങളുടെ സംഖ്യ കൂടും. അതുകൊണ്ട് ചെറിയ കാലത്ത് നമ്മൾ എങ്ങനെയാണോ രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നതെങ്കിൽ ആൺകുട്ടിക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല. പക്ഷെ പെൺകുട്ടിക്ക് വളരെ വീക്ക്നെസ്സും ക്ഷീണവും എനർജി കുറഞ്ഞു പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇതിന്റെ കാരണം അഡോലസൻസിലേക്ക് എത്തി, അല്ലെങ്കിൽ മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുമ്പോഴേക്കും പെൺകുട്ടിയുടെ ശരീരത്തിന്റെ ആവശ്യകതകൾ വളരെയധികം കൂടുക ചെയ്യുന്നത്. അപ്പൊ പോഷകമായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു വീട്ടിൽ 4 തരം ഭക്ഷണം ആരുണ്ടാക്കില്ല, എല്ലാവർക്കും ഒരു തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊടുക്കും. പക്ഷെ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ പോഷകങ്ങളെ കൂടി വേണ്ടതുപോലെ ചേർത്താൽ
ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിഹാരം കിട്ടും. അപ്പോൾ ഒരു പെൺകുട്ടി മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് തന്നെ, പക്ഷെ അതിന്റെ കൂടെ ആ പെൺകുട്ടിക്ക് ആ പ്രായത്തിൽ വേണ്ട എന്താ പറയാ പോഷകങ്ങൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ആ പെൺകുട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ സാധാരണഗതിയിൽ മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്നത് ഒരു 12-13 വയസ്സിലൊക്കെയാണ് സാധാരണ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നുമല്ല. കാലം മാറിപ്പോയി. ജങ്ക് ഫുഡ്, അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം, പിന്നെ ശാരീരികമായിട്ടുള്ള ഒരു ക്രിയകളൊന്നുമില്ല, കളിയില്ല, അതുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് ഇല്ല, അങ്ങനെ സമ്മർദ്ദങ്ങൾ വളരെ ഫിസിക്കലും മാനസികവും മെന്റലുമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ആകും. അപ്പൊ എല്ലാം കൂടി വരുമ്പോഴേക്ക് വളരെയധികം മാറ്റം ഈ ശരീരത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് പെൺകുട്ടികൾ ചില സമയത്ത് അതിനേക്കാളും എത്രയോ മുമ്പേ, അതായത് 12-13 വയസ്സിനേക്കാളും മുന്നേ തന്നെ മെൻസ്ട്രൽ ഫ്ലോ തുടങ്ങി പോകുന്നു എന്നുള്ളതാണ്. പോയി സംഭവം ഇപ്പോൾ 8 വയസ്സ് വരെ ഉള്ള കുട്ടികൾ, 7 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പോലും മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിപ്പോയി എന്ന് കേൾക്കുമ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പെൺകുട്ടി എത്രയോ പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീയിലേക്ക് രൂപാന്തരം ചെയ്യപ്പെട്ടു പോയി. അപ്പൊ പെൺകുട്ടിയായിട്ട് ജീവിക്കുന്നത് വളരെ കുറച്ചും സ്ത്രീയായിട്ട് ജീവിക്കുന്നത് വളരെ കൂടുതലുമായി. എന്നാൽ സ്ത്രീ ആയപ്പോഴോ ആരോഗ്യമുണ്ടോ? അതില്ലതാണ്. കാരണം അവർക്ക് വേണ്ടത്ര രക്തമേ ഇല്ല, അവർക്ക് വേണ്ടത്ര എനർജി ഇല്ല, അവർക്ക് വേണ്ടത്ര എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ആ ഒരു ത്രാണിയില്ല. അതൊക്കെ വരുമ്പോൾ അവര് രൂപാന്തരം ചെയ്യപ്പെട്ടു പോയി എന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിനായിട്ടുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നതുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചിട്ട് നമ്മളെ മെൻസ്ട്രൽ പീരീഡ് ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് വല്ലാതെ രക്തം പോകുന്നു. ആ രക്തം പോകുമ്പോൾ, അല്ലെങ്കിൽ വല്ലാതെ ഏത് തരത്തിലുള്ള രക്തം പോകുമ്പോൾ ശരീരത്തിൽ നിന്ന് ഹീമോഗ്ലോബിന്റെ ലെവൽ കുറയാൻ തുടങ്ങും. എന്താ കാരണം? ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോകുമ്പോൾ അതിൽ കൂടെ അയണും ഡിപ്ലീറ്റ് ചെയ്തു പോകും. ഓക്കെ. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹെം എന്ന് പറയുന്നത് അയണും ഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീനുമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ, അപ്പൊ ഈ രണ്ട് പോഷകങ്ങളും ശരിയായ അളവിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും? ശരീരത്തിൽ ഒരു പെൺകുട്ടിയുടെ അയൺ ആവശ്യത്തിനില്ല, ശരീരത്തിൽ ഒരു പെൺകുട്ടിയുടെയോ അല്ലെ സ്ത്രീയുടെ ആവശ്യത്തിന് പ്രോട്ടീനുമില്ല. അപ്പൊ ഇത് രണ്ടും കുറവാണെങ്കിൽ ഒരു കാരണവശാലും ആ പെൺകുട്ടിയോ സ്ത്രീയുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ ലെവൽ ശരിയായ ലെവൽ ഉണ്ടാവാനുള്ള സാധ്യതയേ ഇല്ല എന്നുള്ളത്. അപ്പോ ഒരു പീരീഡ്സ് തുടങ്ങുമ്പോൾ രക്തം പോകുമ്പോൾ ആ രക്തത്തിൽ കൂടെ ഏറ്റവും അധികം ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്നത് അയണാണ്. അപ്പോൾ ആ അയൺ ഡിപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് അയണിനെ ഇൻടേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അതിനെ സപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടും ആ സ്ത്രീയുടെ ശരീരത്തിൽ, എല്ലാ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ സാധ്യത വളരെ വിരളമായി പോകും, എനിമിക്കായി മാറി. അപ്പോ സാധാരണഗതിയിൽ ഒരു മെൻസ്ട്രൽ പീരീഡ് നടക്കുമ്പോൾ ഏകദേശം 30 മുതൽ 180 ml വരെയാണ് ബ്ലഡ് പോകുക. അപ്പോ ഒരു ഡെയിലി ഒരു സാധാരണഗതിയിൽ 60 മുതൽ 80 ml വരെ പോകും. അപ്പോ ഈ പോകുന്ന സമയത്ത് ഒന്ന് വിചാരിച്ചു നോക്കി, എത്രമാത്രം അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏകദേശം ഒരു ദിവസം 1.6 മില്ലിഗ്രാം ഓഫ് അയൺ ആണ് പോകുക. അപ്പൊ അങ്ങനെ ഒരു 3-4 ദിവസം പീരീഡ്സ് നിന്നിട്ടുണ്ടെങ്കിൽ 1.6 into 3 വിചാരിക്കും, ഏകദേശം ഒരു 1.6, 1.3, 4, 5, ഒരു 6 ഗ്രാമെങ്കിലും അയൺ എല്ലാ മാസവും പോകുമെന്നുണ്ടെങ്കിൽ, ഇത്രയും വോല്യൂം ഓഫ് ബ്ലഡും ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ, കാലക്രമേണ ആ ഒരു പെൺകുട്ടി കല്യാണപ്രായമൊക്കെ ആയി ഒരു ഗർഭിണി ആവേണ്ട ഒരു പ്രായമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ ശരീരവും മാനസികമായിട്ടുള്ള അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇവിടുത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാവും, ദാരുണമായിട്ടുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തയും, നമ്മൾ വെറുതെ ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ ആശുപത്രിയിലെ ആളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവർക്ക് വേണ്ടിയോ അല്ലെ നമ്മളെ ശരീരത്തിനെ അത്രയും വീക്കായിട്ടാണ് അവരുടെ മുന്നിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എത്ര കാലമായിട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ, 11 കൊല്ലമായി ന്യൂട്രിചാർജ് വുമൺ പറയുന്നു. ഏകദേശം അത്ര തന്നെയായി ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റും പറയുന്നു. അപ്പോൾ നമ്മളുടെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് 23 പ്രൊഡക്റ്റ് ഞാൻ ഈ പറയുന്ന 10-13 വർഷം കൊണ്ട് ലോഞ്ച് ചെയ്തു. ഈ 23 പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ 11-12 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ ഇത് വേണ്ടതുപോലെ കഴിക്കുന്നില്ലെങ്കിൽ പിന്നീട് ബാക്കി എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ ആരൊക്കെയാണ് കുറ്റം? ആരോടാണ് നമ്മൾ പറയേണ്ട കുറ്റം? ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നമ്മളുടെ സമൂഹത്തിൽ പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന അനീമിയയിൽ ഏറ്റവും കൂടുതലുള്ള അനീമിയാണ് അയൺ ഡെഫിഷ്യന്റ് അനീമിയ. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അയൺ ഡിപ്ലീറ്റ് ആയതുകൊണ്ട് ഉണ്ടാവുന്ന അനീമിയ. അപ്പൊ അത് ബഹുഭൂരിപക്ഷം സ്ത്രീകളും പെൺകുട്ടികൾക്കുള്ള അനീമിയ ഇപ്പോൾ IDA എന്നാണ് പറയുക, അയൺ ഡെഫിഷ്യന്റ് അനീമിയ.
അപ്പൊ ശരീരത്തിൽ വേണ്ടത്ര അയൺ ഇല്ല എന്നുള്ളതാണ്. റൈറ്റ്. അപ്പൊ എന്താണ് ഈ അനീമിയ എന്ന് പറയുന്നത്? അനീമിയ എന്ന് പറയുന്നത് ഈ ഒരു സിംബോളിക് ചിത്രം നമുക്ക് നോക്കാം. ഇത് ശരിയായ അളവിൽ നോർമൽ ലെവൽ ഓഫ് RBC ആണ്, റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്തത്തിന്റെ കണങ്ങൾ, സെൽസ് ആണ്. ഇത്രയും അധികം ഉണ്ടെങ്കിൽ അത് അനീമിയ അല്ല, നോർമലാണ്, നോ പ്രോബ്ലം. പക്ഷെ ഇവിടെ നോക്കി ആ RBCയുടെ എണ്ണം വളരെയധികം കുറഞ്ഞു പോയി. അതുകൊണ്ട് എന്തുണ്ടായി? അനീമിക് ആയി പോയി. അപ്പൊ ശരിയായ നോർമൽ ലെവലില് RBC ഉണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവും, അനീമിക് ആയിരിക്കില്ല. എന്നാൽ അബ്നോർമൽ ആയിട്ട് വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ കാണില്ല, അപ്പോൾ നിങ്ങൾ അനീമിക് ആവും. ഓക്കെ. സോ ഈ ഒരു പ്രശ്നമാണ്, അതായത് അയൺ ആൻഡ് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി ആണ് ബഹുഭൂരിപക്ഷം പെൺകുട്ടികളിലും സ്ത്രീകളിലും അയൺ ഡെഫിഷ്യൻസ് അനീമിയ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ അനീമിയ മാറ്റാൻ ഓരോ ദിവസവും മുടങ്ങാതെ ന്യൂട്രിചാർജ് ഹ്യൂമണും ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റും കഴിക്കാത്ത പെൺകുട്ടികളോ സ്ത്രീകളോ ഉണ്ടെങ്കിൽ ഭാവിയിൽ അവർ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവർ അനീമിക് ആവാൻ വേണ്ടി റെഡി ആയതുപോലെയാണ്. അപ്പോൾ ഇനി ഭാവിയിൽ അവർ പ്രഗ്നൻസിക്ക് നോക്കുമ്പോൾ ഒന്നാമത് പ്രഗ്നൻസി ആവത്തില്ല, രണ്ടാമത് പ്രഗ്നന്റ് ആയാൽ അതിഭയാനകമായിട്ടുള്ള ചില കാര്യങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മളിപ്പോൾ പത്രവാർത്തയിൽ കൂടെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ കൂടെയോ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരെ കൂടെയൊക്കെ നമ്മളത് കേൾക്കുന്നുണ്ടാവും, അനുഭവിക്കുന്നുണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 4 കാര്യങ്ങളാണ് അനീമിക് ആയിട്ടുള്ള ഒരു ലേഡിക്ക് സംഭവിക്കാൻ പോകുന്നത് പ്രഗ്നന്റ് ആയാൽ. അപ്പോ പ്രഗ്നന്റ് ആവുന്നതിന്റെ മുന്നേ തന്നെ അനീമിക് ആണ്, എന്നാൽ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ എങ്ങാനെങ്കിലും അവർ പ്രഗ്നന്റ് ആയാൽ, ഓക്കെ, അപ്പൊ പ്രഗ്നൻസിയുടെ മുമ്പേ തന്നെ ഈ ലേഡി അനീമിക് ആണ്, അവർ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് 4 കാര്യങ്ങൾ സംഭവിക്കാം. 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സംഭവിക്കാം. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. ഒന്ന്, ഈ പറയുന്ന കുട്ടി, അമ്മയുടെ വയറ്റിൽ വളർന്ന ഈ കുട്ടി ഒന്നെങ്കിൽ ശാരീരികമായിട്ട് വളരെ വീക്കായിരിക്കും, വേണ്ടത്ര ഓപ്റ്റിമൽ ഗ്രോത്ത് ഉണ്ടാവില്ല, വളർച്ച ഉണ്ടാവില്ല, ശാരീരികവും മാനസികമായിട്ട് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തത്തില്ല, ജനിക്കുമ്പോൾ വേണ്ട അത്ര തൂക്കം കാണില്ല. അതായത് ജനിക്കുന്ന സമയത്ത് ശരീരഭാരം എത്രയായിരുന്നോ വേണ്ടത് അത്രയും ശരീരഭാരം ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ജനിക്കുമ്പോൾ തന്നെ ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും. പിന്നെ ഇതൊക്കെ നമുക്ക് കൗണ്ടർ ചെയ്യാമെന്ന് വിചാരിക്കാം. അതായത് പിന്നെ നമുക്ക് പോഷകത്തെ ആദ്യം അറിയില്ലായിരുന്നു, ഇപ്പം മനസ്സിലായി. ഇനി നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റ് കുട്ടികൾ കൊടുക്കണം, അങ്ങനെ അവരെ ഒരുപക്ഷെ നമുക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതിന്റെ കൂടെ ഒരു മൂന്നാമത്തെ കാര്യമുണ്ട്, അതാണ് സ്റ്റിൽ ബർത്ത്. ഒരുപക്ഷെ ജനിക്കുന്ന കുട്ടി മരിച്ചിട്ടായിരിക്കും ജനിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിൽ തന്നെ കുട്ടി മരിച്ചു. അപ്പൊ അതിന് നമുക്ക് യാതൊരു രക്ഷ ഉണ്ടാവില്ല. അപ്പൊ ഈ 3 കാര്യങ്ങളൊന്നും വലിയ സുന്ദരമായിട്ടോ സുഖമാനായിട്ടോ സന്തോഷം തരുന്നതോ അല്ല എന്നുള്ളതാണ്. ഇത് സംഭവിക്കുന്നപ്പോഴാണ് അനീമിക് ആയിട്ടുള്ള ഒരു ലേഡി പ്രഗ്നന്റ് ആയാൽ അവരുടെ കുട്ടിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം. രണ്ടാമത്തത്, ഈ ലേഡിക്ക് തന്നെ ഹെവി ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യത. ഒന്ന് പ്രഗ്നൻസി ആകുമ്പോൾ, അല്ലെ ആ ഡ്യൂറിംഗ് പ്രഗ്നൻസി ബ്ലീഡിങ് ആവാം, എന്നിട്ട് മിസ്കാരേജ് ആയി പോവാം. ഇല്ലെങ്കിൽ ചില സമയത്ത് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഹെവി ബ്ലീഡിങ് ആയിട്ട് ചില സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പറയാറുണ്ടല്ലോ, ഏതെങ്കിലും ഒരാളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആരാണോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അപ്പോൾ ഹെവി ബ്ലീഡിങ് ആവാം. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ പ്രിമച്വർ ഡെലിവറി ആയിരിക്കും. അതായത് സാധാരണ 9 മാസം കൊണ്ട് പ്രസവിക്കേണ്ടത് ഒരുപക്ഷെ 8ാമത്തെ മാസം 7ാമത്തെ മാസമൊക്കെ പ്രസവിച്ചു പോകും. അപ്പോൾ അതും ഒരു വലിയ നല്ലൊരു ലക്ഷണമൊന്നും അല്ല. കാരണം ഒരു അമ്മയുടെ വയറ്റിൽ 9 മാസം വളരേണ്ട കുട്ടി 7ാമത്തെ മാസത്തിൽ പ്രസവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പല വളർച്ചകളും എവിടെയാണോ സംഭവിക്കേണ്ടത് അവിടെ സംഭവിക്കാതെ വേറെ ഏതെങ്കിലും ഒരു മിഷന്റെ അകത്ത് കൊണ്ടിട്ടിട്ട് ആ കുട്ടിയെ വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു പ്രോബ്ലങ്ങളിലൊക്കെ പിന്നീടൊക്കെ വന്നേക്കാം. വരണമെന്നില്ല, പക്ഷെ വന്നേക്കാം. പക്ഷെ നമ്മൾ ആ റിസ്ക് എടുക്കണ്ടല്ലോ. റൈറ്റ്. 4ാമത്തതാണ് ഏറ്റവും ഭയാനകം. ഒരുപക്ഷെ മെറ്റേണൽ ഡെത്ത് ആയിരിക്കും. അതായത് കുട്ടിയെ ജന്മം നൽകിക്കൊണ്ട് അമ്മ മരണത്തിലേക്ക് പോകും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വളരെ സന്തോഷം തരുന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് സംഭവിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? എനിമിയ ആയിപ്പോയി. അതായത് രക്തത്തിൽ വേണ്ടത്ര ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ ലെവൽ കൃത്യതയോടെ പാലിക്കണം. അത് കണ്ടെത്താൻ നമുക്കിപ്പോൾ വലിയ മാർഗങ്ങളുണ്ട്, ടൂൾസ് ഉണ്ട്. അതുകൂടെ നമുക്ക് എവിടെയും പോകാതെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ എന്താണെന്ന്. അതുപോലെ തന്നെ കുറവാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മളിവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് അതിഭീകരമായിട്ടുള്ള ചിത്രങ്ങളാണ്. 53% ഇന്ത്യൻ വിമൻ അനീമിക് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ വാതിൽ തുറന്ന് കഥക് തുറന്ന് വെളിയിലോട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഥ അടച്ചിട്ട് വീടിന്റെ അകത്തോട്ട് നോക്കിയാൽ ഒരു പക്ഷെ അവിടെയും കാണും 1-2 അനീമിക് ആയിട്ടുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ പെൺകുട്ടികളോ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. അപ്പം ചിന്തിച്ചു നോക്കി,
അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ 2 സ്ത്രീകളെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു സ്ത്രീ എന്തായാലും എനിമിക് ആണെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണല്ലോ ഇത് പോയിരിക്കുന്നത്. സോ 53% ഓഫ് വുമൻ ഇൻ ഇന്ത്യ ഹാവ് അനീമിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാറ്റാൻ വേണ്ടിയാണ് ഇത്. ഇങ്ങനത്തെ ചില പഠന റിപ്പോർട്ടുകൾ, റിസർച്ചുകൾ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിനിലേക്ക് വന്നത്. ഇങ്ങനത്തെ ഒരു ക്യാമ്പയിനിലേക്ക് വന്നിട്ട് 15 കോടി ലേഡീസിന്റെ കയ്യിൽ നമ്മൾ ന്യൂട്രിചാർജ് വുമൺ എത്തിക്കുമെന്ന്. അങ്ങനെ 15 കോടി സ്ത്രീകളുടെ കയ്യിൽ നമ്മൾ ന്യൂട്രിചാർജ് വുമൺ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾ പറയുന്നു, ഈ സംഖ്യ വളരെ പെട്ടെന്ന് താഴ്ന്നു നോക്കും. പിന്നെ ഒരു പക്ഷെ 10% കട്ടി ഉണ്ടാകും. അവിടത്തേക്ക് പിന്നീട് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഇന്ത്യയിൽ നിന്ന് എനീമിയ എന്ന് പറയുന്ന സംഭവം, സ്ത്രീകളിൽ നിന്ന് എനീമിയ എന്നുള്ള സംഭവം നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റും. ഇനി അത് സാധാരണഗതിയിലുള്ള സ്ത്രീകൾ, പിന്നെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ മാത്രം വെച്ചുകൊണ്ട് നമ്മളൊരു പഠന റിപ്പോർട്ടാണ്. അതില് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് വന്നത്. അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകളിൽ 50%-ഓളം എനീമിക്കാണ്. ഈ ഒരു കാറ്റഗറി വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനീമിക് ആയിട്ടുള്ള ഒരു ലേഡി ഗർഭിണിയായി കഴിഞ്ഞാലുള്ള പ്രത്യാഘാതങ്ങൾ. അപ്പൊ ഈ ഒരു വീക്ക്നെസ് ആണ് ചില സമയത്ത് ചില ആശുപത്രികളിൽ പോയിക്കുമ്പോൾ അവർ നമ്മളെ ചൂഷണം ചെയ്തു പോകുന്നത്. അത് ചൂഷണം നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഈ ലേഡിയെ സംരക്ഷിക്കണമെങ്കിൽ ഇനി വേറെ മാർഗ്ഗമില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് വീക്കായിട്ട് അവരുടെ മുന്നിൽ പോയത്. എന്നിട്ട് നമ്മൾ കുറ്റം പറഞ്ഞിരുന്ന കാര്യം, നമ്മൾ ആശുപത്രിക്കാരെയോ അല്ലെങ്കിൽ അവിടെ സിസേറിയൻ ചെയ്തു സർ, നാച്ചുറൽ ബർത്തിന് സംഭവിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്താ യുക്തി ഉള്ളത്? കാരണം നമ്മൾ തന്നെ അനാരോഗ്യമായിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ശരീരത്തിന് അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ വെറുതെ റിസ്ക് ഒന്നും എടുക്കാൻ ശ്രമിക്കത്തില്ലല്ലോ, വേറെ എങ്ങനെയെങ്കിലും ചെയ്യാൻ നോക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പിന്നെ കുറ്റം നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിന് മുന്നേ നമ്മൾ നമ്മളെ അകത്തോട്ട് നോക്കിയാൽ ഏറ്റവും അധികം കുറ്റം നമുക്ക് നമ്മളോട് തന്നെ പറയാനുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ പിക്ചറാണ്. ഇതിൽ നഗരങ്ങൾ ഉണ്ടാവും, ഗ്രാമങ്ങൾ ഉണ്ടാവും, ചെറുനഗരങ്ങൾ ഉണ്ടാവും, വലിയ ഗ്രാമങ്ങൾ ഉണ്ടാവും. അപ്പോ ഈ പിക്ചർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുക. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചും കൂടി വിവരമുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. കാരണം ഇവിടെ ഗ്രാമത്തിലുള്ള കുറെ ആൾക്കാരുണ്ടോ സാർ, അവിടെ ഒന്നും ഇത് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ 53% ഒക്കെ കാണിച്ചിരിക്കുന്നത്. ഈ ഗർഭിണികളുടെ കൂടുതൽ ഗർഭിണികളും ഒരുപക്ഷെ ഗ്രാമത്തിലോ പഠിത്തവും വിവരവും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. അതുകൊണ്ടായിരിക്കും 50% കാണിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ ആദ്യം സന്തോഷിച്ചു കേട്ടോ. പക്ഷെ പിന്നീടുള്ള ഒരു പഠനമാണ് നമ്മളെ അതിനേക്കാളും അധികം ഞെട്ടിച്ചത്. ഇതാണ് 36 വൻ നഗരങ്ങൾ, ഇന്ത്യയിലെ വൻ 36 നഗരങ്ങളിൽ നമ്മൾ പരിശോധന നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ 10 സ്ത്രീകളില് 6 സ്ത്രീകളും എനിമിക്കാണെന്നാണ്. ഇതെല്ലാം വലിയ നഗരങ്ങളാണ്. ഇവർക്ക് സാമ്പത്തിക സ്രോതസ് വളരെ സ്ട്രോങ് ആണ്. അവർക്ക് ഏത് പ്രൊഡക്റ്റ് മേടിക്കാനുള്ള കഴിവുണ്ട്. ഏത് പ്രൊഡക്റ്റും അവർക്ക് സുലഭമായിട്ട് ലഭിക്കും. കാരണം അവർ നഗരങ്ങളിൽ താമസിക്കുന്നതാണ്. വിദ്യാഭ്യാസം കൊണ്ടും സാമ്പത്തികം കൊണ്ടും എല്ലാം വളരെ ഉയർന്ന നിലയിലുള്ളവരാണ്. പക്ഷേ ആരോഗ്യത്തിന്റെ കാര്യം വന്നപ്പോൾ അവൾ വളരെ പറകയായി പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. 10-ൽ 6 പേരുണ്ടെങ്കിൽ 60%-ഓളം നഗരങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾ എനിമിക്കാണ്. അപ്പോൾ നോക്കിയേ, ഓൾ ഓവർ ഇന്ത്യയുടെ ആവറേജ് എന്തായിരുന്നു? അതിനേക്കാളും എത്രയോ ബഹുദൂരം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പിന്നെ എന്താണ് പറയാനുള്ളത് ഓരോ സ്ത്രീകൾക്കും? ഈ പ്രോഗ്രാം കാണുന്ന ഓരോ സ്ത്രീകൾക്കും, പെൺകുട്ടികൾക്ക് എന്താ പറയാനുള്ളത്? ഇന്ന് ദൈവാധീനം കൊണ്ട് കോളേജുകളും സ്കൂളുകളൊക്കെ 10 ജില്ലകളിൽ അഴിമതിയാണ് അല്ലേ? ആ 10 ജില്ലകളില് ആൾക്കാർ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെ പെൺകുട്ടികളൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഈ പ്രോഗ്രാമിന്റെ മുന്നിൽ കൊണ്ട് ഇരുത്തും. ഇതൊന്ന് കേട്ടോണ്ട്. കാരണം തേർഡ് പാർട്ടി റെഫറൻസിലായിരിക്കും കൂടുതൽ കേൾക്കുക ജനങ്ങൾ. വീട്ടുകാരെ പറയുമ്പോൾ കേൾക്കില്ലായിരിക്കും. ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അവബോധം വരും, അവർക്ക് തന്നെ മനസ്സിലാവും. കാരണം അവർ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ വീട്ടിൽ നിന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാനിവിടെ പറയുമ്പോൾ അവർക്ക് തോന്നും ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നതന്നെയാണ്. കാരണം ഞാൻ ഇവിടെ എല്ലാം പറയാൻ പോയി. അപ്പൊ അവർക്ക് അനുഭവിക്കുന്നത് തോന്നും. അപ്പൊ അനുഭവിക്കുമ്പോൾ ഇതിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് വേണ്ടത്? അന്നേരം നമുക്ക് ഈ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കാം. കാരണം ഞാൻ പറയാൻ വന്ന ഒരു കാര്യം ഇത്രയാണ്. കാരണം ഞാനൊരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് അവിടെ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞാണ്, സർ പീരീഡ്സിന്റെ സമയത്ത് അതിഭയാനകമായിട്ടുള്ള വേദന ഉണ്ടാകുന്നത് കൊണ്ട് ദുഷ്കരമാണ് ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ ആദ്യം പെയിൻ കില്ലേഴ്സ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പെയിൻ കില്ലേഴ്സ് ഗുളിക രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ആവാത്തത് കൊണ്ട് ഞാൻ ഈ പീരീഡ്സ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ പോയിട്ട്, അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ആണ് എടുക്കുന്നത്, വേദന സംഹാരിയുടെ ഇഞ്ചക്ഷൻ. അങ്ങനെ പോയിട്ട് ഇപ്പൊ വേദന സംഹാരിയുടെ ഇഞ്ചക്ഷന്റെ ആ ഏതൊക്കെയാണോ പണ്ടടിച്ചത് എന്താണോ അതിൽ നിന്നൊന്നും എനിക്ക് വേദന മാറാത്തതുണ്ട്. വയസ്സൊന്നും അധികം ഇല്ല കേട്ടോ. കേട്ടാൽ വിചാരിക്കും എത്രയോ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഇല്ല, വെറും 18 വയസ്സാണ് പെൺകുട്ടിയുടെ പ്രായം. അങ്ങനെ പോയപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ ഡോക്ടറെ അടുത്ത് എന്ന് പറഞ്ഞതാണ് ഏറ്റവും വേദന മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള വേദന സമ്മാരി കൊടുക്കണം. അങ്ങനെ അവർക്ക് ഏറ്റവും ഭയാനകമായിട്ടുള്ള വേദന സമ്മാരി എഴുതി കൊടുത്തു. കെറ്ററോലാക്ക് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അതിന്റെ ഇഞ്ചക്ഷൻ ആണ് കുത്തിയത്. സാധാരണ ഈ കെറ്ററോലാക്ക് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏറ്റവും സിവിയർ പെയിൻ ആവുന്ന സമയത്ത് കൊടുക്കുക. സിവിയർ പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ക്യാൻസർ പെയിൻ ഒക്കെ പോലെയുള്ളത്. ഒരു ക്യാൻസർ പെയിൻ പോലത്തെ
പെയിനിന്റെ സമയത്ത് വേദന വരുമ്പോൾ കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ ഒരു പീരിയഡ്സിന്റെ വേദനയ്ക്ക് വേണ്ടി കൊടുക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ 18 വയസ്സുള്ള പെൺകുട്ടി ഇപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് സാമാന്യ ബോധമുള്ള നമ്മൾ ഒരു 2 മിനിറ്റ് മൗനത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് പിടയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികളോ സ്ത്രീകളോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ എന്തായാലും പിടയും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം നാളെ അവർക്കും ഈ അനുഭവം വന്നേക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വേദന വരാനുള്ള കാരണം എന്തായിരുന്നു, ആ കാരണം കണ്ടെത്തിക്കൊണ്ട് വേണ്ടേ ചെയ്യാൻ. അല്ലാതെ നമ്മൾ വേദനയുടെ ആ സ്രോതസ് മാറ്റാതെ വേദനയ്ക്ക് വേണ്ടി മാത്രം കൊടുത്തോണ്ടിരുന്നാൽ എത്ര കാലം കൊടുക്കും ഇങ്ങനെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികളൊക്കെ സ്കൂളൊന്നും കോളേജിലൊന്നും പോവാതെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ പ്രോഗ്രാമിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് ഒരു 1.5 മണിക്കൂർ ഇരിക്കാൻ പറയും. ഒരുപക്ഷെ അവരുടെ ലൈഫ് തന്നെ മാറിയേക്കാം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനത്തെ പ്രസന്റേഷൻ ഒക്കെ വളരെ റെയർ ആയിട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ, എപ്പോഴും ചെയ്യില്ലല്ലോ. ചെയ്യുന്ന സമയത്ത് കൂടുതൽ അറിവ് കിട്ടിക്കോട്ടെ എന്നുള്ള ധാരണയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോ നഗരങ്ങളിൽ 60% സ്ത്രീകൾ അനീമിക്കുകയാണെന്നുള്ളത് ഭയാനകമായിട്ടുള്ള രൂപമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ അനീമിയയുടെ സൈഡ് എഫക്ട് എന്താണ്? അപ്പൊ ഞാൻ അനീമിയ എന്ന് കുറെ നേരമായി പറയുന്നു. അപ്പൊ നിങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ചില സ്ത്രീകൾ പറയും അനീമിയ നിങ്ങൾ കുറെ നേരമല്ലോ പറയുന്നത്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കും എന്ന് പറഞ്ഞുതരാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ ആ ലക്ഷണങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും ആൾക്കാർക്ക് പല ആൾക്കാർക്ക് തോന്നും ഇദ്ദേഹം എന്നെ കണ്ടിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണ വിചാരിക്കേണ്ട, അത് തന്നെയാ സത്യം വിചാരിച്ചാൽ. ഓക്കെ, എന്താണ് സൈഡ് എഫക്ട്സ് ഓഫ് അനീമിയ? നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, നമ്പർ 1, പ്രത്യേകിച്ച് വളരുന്ന പെൺകുട്ടികൾ, കോളേജ് സ്കൂൾ പ്രായത്തിലുള്ള പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള വളർച്ച വല്ലാതെ അങ്ങ് മുരടിച്ചു വരും. അപ്പൊ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടാവില്ല, പ്രായത്തിനനുസരിച്ചുള്ള മാനസിക വളർച്ച ഉണ്ടാവില്ല. റൈറ്റ്? അപ്പോ എനീമിയ ഏറ്റവും അധികം അവരെ ബാധിക്കുന്നത് ആ രൂപത്തിൽ കൂടിയാണ്. അപ്പൊ ശരീരം കൊണ്ട് മനസ്സിലാവില്ല, മനസ്സുകൊണ്ട് മനസ്സിലാവില്ല പ്രായം. അപ്പൊ അവിടെ വരൾച്ച സംഭവിച്ചു എന്നുള്ളതാണ്. റൈറ്റ്? നെക്സ്റ്റ് എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്. കാരണം എനീമിക്കാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങള് മിഷൻ സെപ്റ്റംബർ എന്നുള്ള ഞായറാഴ്ചത്തെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടാണ് അതിൻ്റെ അത്. റൈറ്റ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വാട്ട് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ. നമ്മളെ ഒരു ട്രാൻസ്പോർട്ട്, കഴിഞ്ഞ ദിവസം ഞാൻ പ്രോട്ടീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ പ്രോഗ്രാം കണ്ടെത്തിയ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. ചൊവ്വാഴ്ച 11 മണിക്ക് ഞാൻ പ്രോട്ടീനെ പറ്റി എടുത്തു. അപ്പൊ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ, അല്ലെ, ട്രാൻസ്പോർട്ടിങ് പ്രോട്ടീൻ. അപ്പൊ നമ്മള് ശരിയായ അളവിൽ പ്രോട്ടീൻ കഴിച്ച് ശരിയായ അളവിൽ ഹെമ്പ് കഴിച്ചാൽ, അയൺ കഴിച്ചാൽ ഹീമോഗ്ലോബിൻ വരും. ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ കുറയും. ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കില്ല, ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജനെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോ ഹീമോഗ്ലോബിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറവാണ്. ഹീമോഗ്ലോബിൻ കുറയുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളെയും കോശങ്ങളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ കുറഞ്ഞ് എനിമിക് ആയിട്ടുണ്ടെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ദാറ്റ്സ് ദ റീസൺ വൈ വി ആർ സേയിങ് ഹിയർ ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്. പിന്നെ ഈ എൻഡ് ഓർഗൻസ്, പ്രത്യേകിച്ച് ബ്രെയിനിലേക്ക് എല്ലാം രക്തം എത്തേണ്ടതാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ലെവൽ വളരെ കുറവാണ്. അപ്പൊ രക്തം എത്തുന്നില്ല, ഓക്സിജൻ എത്തുന്നില്ല. അതുകൊണ്ട് വല്ലാതെ തല കറക്കമുണ്ടാവും. തല കറങ്ങി 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 അവസാനം തലവേദനയുണ്ടാവും. ഇതിങ്ങനെ വളർന്ന് ഒരു കാലഘട്ടത്തിലേക്ക് ഇതൊരു മൈഗ്രെയിൻ പോലത്തെ അതിഭീകരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള തലവേദനയിലേക്ക് രൂപാന്തരം ചെയ്യപ്പെട്ടു. അന്നേരവും നമ്മൾ കഴിക്കുന്നത് ഒരേ ഒരു കാര്യമായിരിക്കും. കുട്ടിച്ചാഞ്ഞ അന്നേരം കഴിക്കില്ല, നമ്മൾ അന്നേരം കഴിക്കുക വേദന സമ്മാരിയായിരിക്കും. യാതൊരു സംശയവും വേണ്ട. ആദ്യം പാരസെറ്റമോൾ 500 തുടങ്ങും, പിന്നെ 650 2 നേരം കഴിക്കും, 3 നേരം കഴിക്കും. അവസാനം അടുത്ത് മാറി ഡൈക്ലോഫിനാക്കിലേക്ക് പോകും, ഡൈക്ലോഫിനകത്ത് പോയി അങ്ങനെ പല ഫിനാക്ക് എന്ന് പറഞ്ഞ് പോയി ഇഞ്ചക്ഷനിലേക്ക് പോയി അവസാനിക്കും. ആ ഇഞ്ചക്ഷനും പോയി എവിടെ എത്തി എന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഒക്കെ കാരണം സിമ്പിൾ ആണ്. ബിക്കോസ് യു ആർ അനീമിക്. നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടത്ര ഹീമോഗ്ലോബിൻ ഇല്ല. പിന്നെ മുടി വല്ലാതെ കൊഴിയും. പല ആളും പറയാണ്ട്, സർ മുടി വല്ലാതെ കൊഴിയും. ചില ആൾക്കാരൊക്കെ പറഞ്ഞ് അവസാനം ഈ തരത്തിൽ വരെ പറയാൻ പറയും, സർ ഞാൻ ഈ പ്രൊഡക്റ്റ് കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും വല്ലാതെ മുടി കൊഴിയാൻ തുടങ്ങി. എന്താ ഇതൊക്കെ പറയാ? കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള വീക്ക്നെസ് ഒക്കെ മാറണം. അപ്പൊ ഇത് ആദ്യമായിട്ട് പോഷകങ്ങൾ കയറുമ്പോൾ ചില സമയത്ത് അതിനെ സ്വീകരിക്കാൻ ശരീരം കുറച്ച് ഏറ്റക്കുറച്ചിൽ കാണിക്കും. അതുകൊണ്ട് മുടി സാധാരണ കൊയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കൊയ്യേക്കാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കുമ്പോഴേക്ക് ആ കുറവ് നികത്തിക്കൊണ്ട് പിന്നെ മുടി കൊയ്യുന്നത് ഇല്ലാതെയാവും. റൈറ്റ്? ഒന്ന്. പിന്നെ സ്കിൻ ബിക്കംസ് വെരി ഡ്രൈ. പീരിയഡ്സിന്റെ സമയത്താണെങ്കിൽ വല്ലാതെ ഡ്രൈ ആവുകയും ചെയ്യും. കാരണം ഒന്നാമത് വെള്ളം കുടിക്കത്തില്ല, ആവശ്യത്തിനനുസൃതമായിട്ടുള്ള വെള്ളം കുടിയില്ലല്ലോ. കഴിഞ്ഞ സാരോ പറഞ്ഞു, സാർ വെള്ളം കുടിക്കാൻ എനിക്ക് 2 കാരണങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞിട്ടുണ്ട് കിഡ്നി കേടായി പോകുന്നു. ഓ, വല്ലാത്ത നോളജ് എന്നെ ചെയ്തത്. പിന്നെ ഒരാൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, സാർ എനിക്ക്
മൂത്രമൊഴിക്കാൻ ഒരു മടിയാണ്, ബാത്റൂമിലോട്ട് പോകാൻ. അതിനേക്കാളും വലിയ കാരണം. ഇതിനൊക്കെ ഞാൻ എന്താ ഉത്തരം പറയേണ്ടത്? ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ എന്താ പറയേണ്ടത്? ഇനി വെള്ളം കുടിക്കേണ്ട, മൂത്രം ഒഴിക്കേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു, എന്താ പറയേണ്ടത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു സേ ടു ദീസ് പീപ്പിൾ. അപ്പൊ സ്കിൻ ബിക്കംസ് ഡ്രൈ ആകുമ്പോഴേക്കും നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങൾ തേക്കുന്നു സ്കിന്നിന്റെ മുകളിൽ. അവസാനം അതും റിസൾട്ട് കാണിക്കത്തില്ല. അവസാനം ആ കമ്പനിയും ചീത്ത വിളിക്കും. ഇപ്പോൾ ഉണ്ടാകുന്ന കോസ്മെറ്റിക്സ് ഒക്കെ മുഴുവനും ക്വാളിറ്റി ഇല്ലാത്തത്. അതല്ല കാരണം, നമ്മളുടെ പ്രതലം വളരെ മോശമായി പോയി. നമ്മുടെ സ്കിൻ ബിക്കംസ് ആബ്സല്യൂട്ട്ലി ഹോപ്പ്ലെസ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിലേക്ക് ആരോഗ്യം വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ കഴിക്കണം. ഹീമോഗ്ലോബിൻ ഉണ്ടാവണം. ദെൻ പിന്നെ എനീമിയ എന്നുള്ളത് ഒരു ലേഡി ആണെങ്കിൽ അത് ഭാവിയിൽ പ്രഗ്നൻസി വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് എനീമിക് ആയിട്ടുള്ള ഒരു ലേഡിയും പ്രഗ്നന്റ് ആവാതിരിക്കുന്നതായിരിക്കും ഭാവിയിൽ സുരക്ഷിതം, സന്തോഷവും. അതെനിക്ക് പറയണം. കാരണം എനീമിക് ആയിട്ടുള്ള ലേഡി പ്രഗ്നന്റ് ആയിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഒരു വേദന സഹിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പ്രഗ്നന്റ് ആവാതിരിക്കുന്നത്. ഓക്കെ. അപ്പോ പ്രായം അഡോളസൻസിലേക്ക് എത്തുമ്പോൾ, പീരീഡ്സ് തുടങ്ങുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയുടെ പോഷകങ്ങളുടെ അളവ് കൂട്ടേണ്ടി വരും, പോഷകങ്ങളുടെ സംഖ്യ കൂട്ടേണ്ടി വരും. അതുകൊണ്ട് അതുവരെ എങ്ങനെയാണോ ജീവിച്ചത്, അതുവരെ ജീവിച്ചതിനേക്കാളും വ്യത്യസ്തമാകുകയാണ് അവിടുന്ന് ആ പെൺകുട്ടി. അവർക്ക് വേണ്ട പോഷകതത്വങ്ങൾ വ്യത്യസ്തമാവുന്നു, പോഷകതത്വങ്ങളുടെ അളവ് വ്യത്യസ്തമാവുന്നു, പോഷകതത്വങ്ങളുടെ എണ്ണം വ്യത്യസ്തമാവും, എല്ലാം വ്യത്യസ്തമാവും. ആ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ വ്യത്യാസത്തിന്റെ രൂപത്തിൽ പോയിട്ട് ആ വ്യത്യാസങ്ങളെ മറികടക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അനാരോഗ്യത്തിൽ നിന്ന് അനാരോഗ്യത്തിലേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഈ പീരീഡ്സ് ഉള്ള സമയത്ത് ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. രണ്ടാമത്തത് ഹാർമോൺ വ്യതിയാനം, ചേഞ്ചസ് ഓഫ് ഹാർമോൺ ചേഞ്ചസ്, റൈറ്റ്? ഇതും ഒരുമിച്ച് സംഭവിക്കും. അപ്പൊ ഒരു ഭാഗത്ത് എനീമിക്കാണ്, അല്ലെങ്കിൽ ബ്ലീഡിങ് നടക്കുന്നു, ആ റെസ്റ്റ്ലെസ്നെസ്, ആ പിരിമുറുക്കം, ആ പ്രശ്നങ്ങളൊക്കെ. അതിന്റെ കൂടെ വരുന്ന ഒരു സംഭവമാണ് ഹോർമോൺ വ്യതിയാനം, ചേഞ്ചസ് ഇൻ ദി ഹാർമോൺ ലെവൽ. അപ്പൊ എന്താണ് സംഭവിക്കുക? അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതും കൂടി കണ്ടോളൂ. ഇതും കൂടി ഞാൻ പറയുമ്പോൾ, ഇത് രണ്ട് ചേർക്കുമ്പോൾ ഒരു ഭൂരിപക്ഷം പ്രോഗ്രാം കാണുന്ന ആൾക്കാർക്ക് തോന്നും ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ഇതൊക്കെ വളരെ സത്യമാണ് പറഞ്ഞത്, ഇത് എനിക്ക് സംഭവിക്കാറുണ്ട്, എന്റെ വീട്ടിൽ സംഭവിക്കാറുണ്ട്, മകളെ ചില സമയം ഇങ്ങനെ കാണിക്കാറുണ്ട് എന്നൊക്കെ. ഓക്കെ. എന്താണെന്ന്? ഫ്രീക്വന്റ് മൂഡ് ചേഞ്ചസ്. വളരെ പെട്ടെന്ന് മൂഡ് മാറിക്കൊണ്ടേയിരിക്കും. ഒരു നിശ്ചിത മൂഡിൽ ഒരിക്കലും കാണില്ല. ഇപ്പോൾ വളരെ ദേഷ്യത്തിലായിരിക്കും, പിന്നെ വളരെ ഇറിറ്റേഷൻ ആയിട്ട് കാണിക്കും, പിന്നെ വല്ലാതെ ദുഃഖിതയായിട്ട് കാണിക്കും, പിന്നെ വല്ലാതെ ചിരിക്കുന്ന രൂപത്തിൽ കാണിക്കും. ഓക്കെ. അപ്പം ഈ ഫ്രീക്വന്റ് മൂഡ് ചേഞ്ചസ്, ഓക്കെ, അപ്പം ഗഡി ഓരോ നിമിഷവും മൂഡ് മാറുന്ന ഒരവസ്ഥ, അത് ഈ ഹോർമോണൽ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വ്യാകുലപ്പെട്ടു പോവുക, പെട്ടെന്ന് സമ്മർദ്ദത്തിലേക്ക് പോവുക, ഇതൊക്കെ ഹോർമോൺ വ്യതിയാനത്തിന്റെ വേറെ ലക്ഷണമാണ്. പിന്നെ വല്ലാതെ ഇറിറ്റേഷൻ സംഭവിക്കുക. ഇറിറ്റേഷൻ സംഭവിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ അടിവയറ്റിലൊക്കെ വല്ലാതെ വേദനയ്ക്ക് വരും. അതുകൊണ്ട് പിന്നെ ആകെ ഒരു റെസ്റ്റ്ലെസ്നെസ്സും ഒരുമാതിരിയത്തെ ഒരു ഇറിറ്റേഷൻ കയറി വരും എന്നുള്ളതാണ്. അത് വിറപ്പ് പോലെ തോന്നും നമുക്ക് എന്തുകൊണ്ട്. പിന്നെ എല്ലാ ബഹളങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തോന്നും നമ്മൾ ഇത്രയും എന്തിനാ ചെയ്തു വെച്ചതാവോ ഇതൊക്കെ. അപ്പൊ വല്ലാത്തൊരു സങ്കടവും തോന്നും, സാഡ്നെസ്സിലേക്ക് പോകും. ആ സാഡ്നെസ് എന്ന് പതുക്കെ പതുക്കെ ഡിപ്രഷനിലേക്ക്. അപ്പൊ ചുരുക്കത്തിൽ ഒന്നുമില്ലാത്തിടയ്ക്ക് എന്ന് തുടങ്ങി എന്തൊക്കെയോ നേടിക്കൊണ്ട് അവസാനിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം അനാരോഗ്യതയും പോഷക ന്യൂനതയും തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തില് നമ്മൾ കൂടുതൽ റിയാക്ട് ചെയ്യാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് വീട്ടിലെ എല്ലാവരോടും പറയുകയാണെ, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ലേഡി കാണിക്കുന്നുണ്ടെങ്കിൽ, അത് റിലേറ്റീവ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നമ്മൾ കൂടുതൽ റിയാക്ഷൻ ചെയ്യാതിരിക്കുക. അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം റിയാക്ട് ചെയ്യുന്തോറും അപ്പുറത്ത് തിളക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മളും തിളക്കും. അപ്പൊ തിളങ്ങി അവസാനം അവിടെ ആകെ ഒരു വലിയ ഒരു വേൾഡ് വാർ സംഭവിക്കും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമ്മളങ്ങ് കാണാതെ അങ്ങ് വിട്ടേക്കുക. റൈറ്റ്? ഓക്കെ. പിന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. യു വിൽ ഫീൽ അബ്സല്യൂട്ട്ലി ഡിഫിക്കൽട്ട് ഇൻ കോൺസെൻട്രേറ്റിംഗ്, കേട്ടോ. അപ്പോൾ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അപ്പൊ പറയുന്നൊന്നെല്ലാം കേൾക്കുന്നത് പോലെ തോന്നുമെങ്കിലും പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ അവരെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മുറിയിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറയും. കാരണം ഈ സമയത്ത് ശരീരത്തിന് വളരെ റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ അന്തകാലത്ത് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും സാധിക്കത്തില്ല. കാരണം എന്തുവാ? കാരണം പെൺകുട്ടികളും സ്ത്രീകളും
വളരെയധികം ആക്റ്റീവാണ് ഇപ്പോഴത്തെ കാലത്ത്. അവർക്ക് പണ്ടത്തെ പോലെ ഇത്ര ദിവസം റെസ്റ്റ് എടുക്കാമെന്നോ അല്ലെങ്കിൽ ഇത്ര ദിവസം നമുക്ക് പണിയൊന്നും ചെയ്യാതെ ഇരിക്കാമെന്നുള്ള ഒരു സാഹചര്യം ഒന്നല്ല അവർക്ക്. കാലം മാറി. അവരും ഇപ്പോൾ സമൂഹത്തിൽ വളരെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷം സ്ത്രീകളും പെൺകുട്ടികൾ ഇപ്പോൾ ആക്റ്റീവാണ്. അല്ലാതെ വെറും വീട്ടിൽ മാത്രം ഇരിക്കുന്ന ഒരു അവസ്ഥയല്ല. വെളിയിലോട്ട് പോയിട്ട് പ്രവർത്തിക്കുന്നു, പല നഗരങ്ങളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പറന്നു പോയിട്ടൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് നമുക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ആഴ്ചയോ അല്ലെങ്കിൽ 4-5 ദിവസമോ റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ സ്കൂൾ പോകുന്നു, കോളേജിൽ പോകുന്നു, പഠിപ്പിക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, കമ്പനി മാനേജറാണ്, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് ഇത്രയും ദിവസങ്ങൾ മാറി നിൽക്കാനുള്ള ഒരു അവസ്ഥയില്ല, മാറി നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരവരെ ആരോഗ്യത്തെ കൂടുതൽ സംരക്ഷിക്കണം. കൂടുതൽ സംരക്ഷിക്കണമെങ്കിൽ കൂടുതൽ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സംരക്ഷിക്കണം. ഓക്കെ, അതൊന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടികളോ ഈ പറയുന്ന സ്ത്രീകളോ കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, സ്കൂൾ പഠിപ്പിക്കുന്നു, കോളേജ് പഠിപ്പിക്കുന്നു, ഏതെങ്കിലും കമ്പനിയുടെ മാനേജർ അല്ലെങ്കിൽ ബാങ്കിന്റെ മാനേജർ അല്ലെങ്കിൽ വെളിയിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു, വലിയ ഒരു കമ്പനിന്റെ സിഇഒ ആണ്, MD ആണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവരൊക്കെ തിരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരൊരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, ചേച്ചിയാണ്, ഒരു പെങ്ങളാണ്, അല്ലേ? പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ വീണ്ടും എല്ലാം ഈ ഒരു ആവരണമെല്ലാം അഴിച്ചു വെച്ചിട്ട് അവർ വീട്ടമ്മയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ അവർ വെളിയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, വീട്ടിനകത്ത് വന്നിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് എപ്പോഴും റെസ്റ്റ് ഉണ്ട്. ഇവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. ഇവർ റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കണം ഇതൊക്കെ, റൈറ്റ്? പിന്നെ ഏറ്റവും അധികം ആക്റ്റീവായി നിൽക്കേണ്ട ഒരു സമൂഹത്തിലെ ഒരു വിഭാഗമാണ് സ്ത്രീകളും പെൺകുട്ടികളും. അപ്പോ അവർ അസുഖം ബാധിച്ച് കിടന്നു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലെ ആ ഒരു ഏരിയയിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇവർ കൂടുതൽ ആരോഗ്യത്തോടെ നിൽക്കേണ്ട ആൾക്കാരാണ്. കൂടുതൽ ആരോഗ്യത്തോടെ നിൽക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ പോഷകങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കണം. പക്ഷേ ഈ പോഷകത്തെ പറ്റി അവർക്ക് അറിയാൻ പാടില്ല, നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കാറുമില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ കേൾക്കാറുമില്ല. അപ്പൊ ഇതെല്ലാം കൂടി ആകുമ്പോഴേക്കും വളരെ വിചിത്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, കാലം പോകെ പോകെ അടുത്തൊരു ജനറേഷനിലേക്ക് ഇത് നയിക്കാൻ ഇവരാണ് നമുക്ക് കൂട്ട്. അപ്പോൾ ഇവർക്ക് ഈ സമയത്ത് ആരോഗ്യമില്ലെങ്കിൽ ആ സമയത്ത് ആരോഗ്യം ഉണ്ടാവില്ല, ആ സമയത്ത് ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഒരു രണ്ടാമത്തെ ജനറേഷനൊക്കെ ചിന്തിക്കുന്നത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഓരോ വ്യക്തികളുടെയും വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതിന് വേണ്ടത് അവർക്ക് കൃത്യമായിട്ട് പോഷക തത്വങ്ങൾ വേണ്ട അളവിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഭാരിച്ച ചുമതല ഈ സമൂഹത്തിലുള്ള ഓരോ പുരുഷനും ഉണ്ട് എന്നുള്ളതാണ്. ഓരോ സ്ത്രീകൾക്കും ഉണ്ട്, ഓരോ പുരുഷനും ഉണ്ട്. പക്ഷെ പുരുഷൻ അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ന്യൂട്രിചാർജ് വുമൺ ആണല്ലോ ഇന്ന് പറഞ്ഞിട്ട് അഥവാ ഏതെങ്കിലും ഒരു പുരുഷൻ ഇന്ന് ഈ പ്രോഗ്രാമിൽ കയറിയിട്ടില്ലെങ്കിൽ ആ പുരുഷനെ പറ്റി എനിക്കൊന്നും പറയാനില്ല എന്നേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. നൗ ഇവരെ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അകറ്റി നിർത്താനും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ ഈ പീരിയഡ്സിന് സമയത്തുള്ള വേദനകൾ ഇല്ലാതെയാക്കാനും സുഗമമായിട്ട് സാധാരണ ദിവസങ്ങളെ പോലെ തന്നെ അവർക്ക് ഈ ദിവസങ്ങളിലും ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവെക്കാനും ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചില സ്പെഷ്യൽ ആയിട്ടുള്ള ബൊട്ടാനിക്കൽസും ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോഷകങ്ങളുമാണ്. അതിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി പ്രീ മെൻസ്ട്രൽ പെയിൻ, അതായത് പീരീഡ്സ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ അവർ അനുഭവിക്കാൻ പോകുന്ന വേദനകൾ പ്രീ മെൻസ്ട്രൽ പെയിൻ ആണ്. വരുന്നതിന്റെ മുന്നേ ഉള്ള പിരിമുറുക്കം, റെസ്റ്റ്ലെസ്നെസ്, അടിവയറ്റിലൊക്കെ വേദന ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. പ്രീ മെൻസ്ട്രൽ പെയിൻ നിന്ന് പിന്നെ മെൻസ്ട്രൽ പീരീഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ വേദന കൂടുതൽ രൂക്ഷമാവുന്നു, കൂടുതൽ കൊടുക്കുന്നു. പിന്നെ ചില ആൾക്ക് പോസ്റ്റ് മെൻസ്ട്രൽ പെയിൻ ഉണ്ടാവും. മെൻസ്ട്രൽ പീരീഡ് നിന്ന് കഴിഞ്ഞു 4-5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ആ വേദന. അങ്ങനെ ചുരുക്കത്തിൽ ഒരു 7 മുതൽ 10 ദിവസം വരെ ആകെ ഒരു 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 അവസ്ഥയായിരിക്കും. ആ സമയത്ത് അടിവയറ്റിൽ വേദന ഉണ്ടാവും, തലകറക്കം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, അതുപോലെ ബ്രസ്റ്റിൽ വല്ലാതെ വേദന ഉണ്ടാവും. പിന്നെ അനാരോഗ്യമായിട്ടുള്ള ചില ഈ സ്മെല്ലെല്ലാം കാണുമ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റി ഫുഡൊക്കെ കഴിക്കാനുള്ള വല്ലാതെ അതിൽ ആരോഗ്യം ഉണ്ടാവുന്നുണ്ടാവില്ല. ജങ്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള വലിയ അധികം ഒരു തോന്നലുണ്ടാവും, ഫുഡ് ക്രാവിങ്സ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ പല ബഹുഭൂരിപക്ഷം സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ള പോഷകവും അവർക്ക് ആവശ്യമുള്ള ബൊട്ടാനിക്കൽസും കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ സമയത്ത് യൂട്ടറൈൻ ഇറിറ്റേഷൻ ഉണ്ടാവും, വല്ലാതെ വേദന. അപ്പൊ ആ വേദനയ്ക്ക് നമ്മൾ ഒന്നെങ്കിൽ വേദന സമാരി ഒഴിക്കും, ഇല്ലെങ്കിൽ വേദന സമാരിയുടെ ഇഞ്ചക്ഷൻ കുത്തും, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഹോട്ട് ബാഗ് വെച്ചിട്ട് ഹോട്ട് വാട്ടർ ബാഗിൽ വെച്ചിട്ട് വേദന കടിച്ച് പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിന്റെ കോസ് തന്നെ അങ്ങ് മാറ്റിയാൽ എന്താ? അത് വരാനുള്ള സാധ്യത ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടോ ഈ ഒരു ബന്ധപ്പാടൊന്നുമില്ലല്ലോ. പിന്നെ ആരോഗ്യമുള്ള ചർമ്മം ഉണ്ടാവും. പ്രായം കുറവാണ്, പക്ഷെ ചർമ്മം കണ്ടാൽ വളരെയധികം പ്രായം തോന്നിക്കുന്നു. അതിന്റെ കാരണവും നമ്മൾ ആരോഗ്യത്തിലല്ല ഉള്ളത്. വി ആർ നോട്ട് ഹെൽതി.
ബിക്കോസ് വി ആർ നോട്ട് ഹെൽത്തി, അവർ സ്കിൻ ഈസ് നോട്ട് ഹെൽത്തി, അവർ നെയിൽസ് ആർ നോട്ട് ഹെൽത്തി, അവർ ഹെയർ ഈസ് നോട്ട് ഹെൽത്തി, നത്തിങ് ഈസ് ഹെൽത്തി. അതാണ്. പിന്നെ ഉള്ളത് മെന്റൽ ആക്ടിവിറ്റി. വളരെയധികം ആക്റ്റീവായിട്ട് രാവിലെ എണീറ്റതിന് ശേഷം രാത്രി ഉറങ്ങുന്നത് വരെ ശരീരം വളരെ ആക്റ്റീവായിട്ട് നിലകൊള്ളണമെങ്കിൽ, മെന്റലി ആക്റ്റീവായിട്ട് നമ്മൾ നിൽക്കണമെങ്കിൽ, ഫിസിക്കലി ആൻഡ് മെന്റലി ബോത്ത് യു റിക്വയർ ഇനഫ് ആൻഡ് മോർ ന്യൂട്രീഷൻ പെർഫെക്റ്റ് ആയിട്ട് വരും. പിന്നെ ടു ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി കൂട്ടണമെങ്കിൽ. കാരണം ഏറ്റവും അധികം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയല്ലോ, റെസ്റ്റ് വേണം, റെസ്റ്റ് ഒന്നും കിട്ടാറില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി കൂടി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? സോ ടു ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി അഗെയിൻ യു റിക്വയർ ദിസ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ പറയും PVMFO. ആ PVMFO സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്, ഓരോ പുരുഷനും സ്ത്രീയും പെൺകുട്ടിയും ആൺകുട്ടിയും കഴിക്കേണ്ടതാണ്. കാരണം PVMFO എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ അടിത്തറയാണ്. ഇറ്റ്സ് ദ ബേസ് ഫോർ ഹെൽത്ത്. അപ്പൊ ആ PVMFO നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോഷകങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ PVMFO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ന്യൂട്രിചാർജിന്റെ പ്രോട്ടീൻ പൗഡറുകൾ കഴിച്ചാൽ നിങ്ങൾക്ക് P&F ലഭിക്കും, ദാറ്റ് ഇസ് പ്രോട്ടീൻ ആൻഡ് ഫൈബർ. പിന്നെ V&M, വൈറ്റമിൻ ആൻഡ് മിനറൽസ് നിങ്ങൾക്ക് ന്യൂട്രിചാർജ് മാൻ അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വിമൻ കഴിക്കുമ്പോൾ കിട്ടും. പിന്നെ ചെറിയ കുട്ടികൾക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കഴിക്കുമ്പോൾ അതിൽ കൂടി കിട്ടും. പിന്നെ O എന്ന് പറയുന്ന ഒമേഗയാണ്, അത് നമുക്ക് ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഇതിനോട് ചേർത്ത് കഴിക്കുമ്പോൾ എല്ലാം കിട്ടും. അപ്പൊ PVMFO ബേസിക് ആണ്. ആ PVMFOയില് നമ്മൾ കഴിക്കുമ്പോൾ ന്യൂട്രിചാർജ് വുമണിലുള്ള സിങ്ക്, വൈറ്റമിൻ C, അപ്പൊ പിന്നെ അതേപോലത്തെ കുറച്ച് ആന്റി ഓക്സിഡൻസ്, പിന്നെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ അതിലുള്ള പ്രോട്ടീൻ, ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി തരും. അപ്പൊ ഇതൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയില്ല. റൈറ്റ്. പിന്നെ ടു കീപ് വിമൻ യങ്, കാരണം ഇവരെ ശരീരത്തിൽ ഇഡോൾസൻസ് എത്തുമ്പോഴേക്കും ഫാറ്റ് ഡിപ്പോസിഷൻ ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. അതുകൊണ്ടാണ് അവരെ സ്ട്രക്ചറിന് ഒരു ഷേപ്പ് ഒക്കെ നല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഫാറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെ ഫാറ്റിനെ കൗണ്ടർ ചെയ്തുകൊണ്ട്, കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ടു കീപ് വിമൻ യങ്, അതായത് ഒരു പെൺകുട്ടിയെ അല്ലെ സ്ത്രീയെ പ്രായത്തിനനുസൃതമായിട്ടുള്ള പ്രായമായിട്ട് സൂക്ഷിച്ചു വെക്കുക, യുവത്വം കാത്തു സൂക്ഷിച്ചു വെക്കുക, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ഫാറ്റ് വല്ലാതെ ഡിപ്പോസിഷൻ നടക്കുമ്പോൾ, അതേപോലെ സ്കിൻ വല്ലാതെ ഡ്രൈ ആയി പോകുമ്പോൾ, വേണ്ട അളവിൽ പോഷകങ്ങളും പ്രോട്ടീനും ഒന്നും പോയിട്ടില്ലെങ്കിൽ അവിടെ പ്രായത്തിനേക്കാളും മുന്നേ തന്നെ പ്രായാധിക്യത്തിലേക്ക് പോകും. മുഖത്ത് ചുളിവുകൾ വരാൻ തുടങ്ങും, വല്ലാതെ ഫാറ്റ് ഡിപ്പോസിഷൻ എടുത്തിട്ട് വല്ലാതെ അധികം നമ്മുടെ ശരീരത്തില് കൊഴുപ്പ് കൂടും. ഇതൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഓക്കെ. നൗ ടു സ്റ്റേ ആക്റ്റീവ് ഒരു ദിവസം മുഴുവനും, അതായത് രാവിലെ ഉറങ്ങി എണീറ്റതിന് ശേഷം രാത്രി വരെ, ഇപ്പോഴത്തെ സ്ഥിതിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, ടോട്ടലി ആക്റ്റീവ് ആയിട്ടിരിക്കണം. കാരണം അത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു പെൺകുട്ടിയാലും ശരി സ്ത്രീയാലും ശരി. അപ്പോ അതനുസരിച്ചിട്ടുള്ള പോഷകങ്ങൾ അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ദേ കനോട്ട് ബി ആക്റ്റീവ് ത്രൂ ഔട്ട് ദ ഡേ. അപ്പോൾ അവരെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്ര പോഷകങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ ചില ഇമ്പോർട്ടന്റ് RDAs ഫോർ വുമൺ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ 21 മില്ലിഗ്രാം അയൺ. അപ്പോൾ ഏറ്റവും വലിയ കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അയൺ എന്ന് പറയുന്നത് 21 മില്ലിഗ്രാം. പക്ഷെ ഇപ്പോഴത്തെ പുതിയ RDA പ്രകാരം 29 മില്ലിഗ്രാം ആയി എന്നുള്ളത്. അപ്പൊ 29 മില്ലിഗ്രാം. അപ്പൊ നമ്മളെ ന്യൂട്രിചാർജ് വിമണിൽ 21 മില്ലിഗ്രാം ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ എടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലപ്പോഴും RDA കൊടുക്കുന്ന സമയത്ത് നമ്മൾ RDA-നേക്കാളും അല്പം താഴെയാണ് കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പൊ പല ആൾക്കാരും പറയാമല്ലോ, ഇത് കണ്ടിന്യൂസ് ആയി കഴിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയല്ലോ. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ഇത് വല്ലാതെ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയും ഇത് മതിയാവില്ല കേട്ടോ, കുറച്ചും കൂടി വേണം. ഇനി വല്ലാതെ കൂട്ടി കൊടുത്താൽ പറയും ഇത് വളരെ കൂടുതലാണ് കേട്ടോ, ഇത് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് രണ്ട് വിഭാഗത്തെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അത്യാവശ്യം ഒന്ന് കുറച്ചിട്ടാണ് കുടിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ. അതുകൊണ്ട് ഭക്ഷണം എങ്ങനത്തെ കഴിക്കണം? സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കണം. യു ഷുഡ് ടേക്ക് ബാലൻസ്ഡ് ഫുഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള സമീകൃത ആഹാരം, അതിൽ എന്തൊക്കെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നോക്കി വേണം കഴിക്കാൻ. രാപകൽ ജങ്ക് ഫുഡും കഴിക്കുക, എന്നിട്ട് ഒരു ന്യൂട്രിചാർജ് ഗുണം കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയും ഒരു ഗുണം ചെയ്യാൻ പോകില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോ ഈ RDA ഒക്കെ നമ്മൾ ആ മിനിമം ലെവലിലാണ്. RDA എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിൽ ആവശ്യമുള്ള പോഷക തത്വങ്ങളുടെ മിനിമം ലെവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിനിമം ലെവലാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും കഴിച്ചിരിക്കണം എന്നുള്ളത് അത്യന്താപേക്ഷികമാണ്. അത് മനസ്സിലാക്കുക. റൈറ്റ്. പിന്നെ ഇപ്പോഴത്തെ നമ്മള് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ടൂൾസ് എല്ലാം വന്നു, അതിനെപ്പറ്റി പിന്നീട് പറയാം. അപ്പോ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്പെഷ്യൽ സപ്ലിമെന്റ് വി ഹാവ് ലോഞ്ച്ഡ്. 11 വർഷം മുമ്പേ നമ്മൾ ലോഞ്ച് ചെയ്തു. അതാണ് വേറെ ഒരു കമ്പനി ലോഞ്ച് ചെയ്തിട്ടില്ല, വേറെ എവിടെ നിങ്ങൾ ഇത് കാണത്തുമില്ല. അതായത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മൾട്ടി വിറ്റമിൻ, മൾട്ടി മിനറൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ന്യൂട്രിചാർജ് വിമൻ. റൈറ്റ്. ഇപ്പൊ നമ്മള് ന്യൂട്രിചാർജിന്റെ ഹീമോഗ്ലോബിൻ ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ന്യൂട്രിചാർജിന്റെ
ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബുക്ക്ലെറ്റ്, ഇല്ലെങ്കിൽ ന്യൂട്രിചാർജിന്റെ ആ പീരീഡ്സിന്റെ ബുക്ക്ലെറ്റ്, അതിന്റെ അവസാനത്തെ പേജിൽ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുക, ആർക്ക് കൊടുക്കണം, എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം, ആരെടുക്കരുത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ചില റെക്കമെൻഡേഷൻസ് ആണ്, ചില നോട്ടിഫിക്കേഷൻസ് ആണ്, നമ്മൾ അത് ചെയ്തേ മതിയാകത്തുള്ളൂ. ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിന്റെ ഭാഗത്തിലാണ്. പക്ഷെ ഇനി വരുന്ന കാലത്തിലൊക്കെ ഉണ്ടാവും. അതിനകത്ത് 3 മാസം, അത് 3 മാസം എന്ന് പറഞ്ഞാൽ മിനിമം 3 മാസമെങ്കിലും കഴിക്കണം എന്നുള്ളത്, അല്ലാതെ 3 മാസം കഴിച്ച് നിർത്താനുള്ളതല്ല. അത് മനസ്സിലാക്കും. ഭക്ഷണമാണ് ഇത്, നിങ്ങൾ നിരന്തരം കുറെ നീണ്ട കാലയളവിൽ കഴിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഒരു 3 മാസം കഴിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വെറും 3 മാസം മാത്രമല്ല മെൻസ്ട്രൽ പീരീഡ് ഉണ്ടാവുക. 3 മാസം കഴിഞ്ഞാൽ വീണ്ടും പീരീഡ് ഉണ്ടാവും, എല്ലാ മാസവും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു 3 മാസത്തേക്ക് മാത്രം ന്യൂട്രിചാർജ് 3 കഴിച്ചാൽ ബാക്കിയുള്ള മാസങ്ങളിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മിനിമം 3 മാസമെങ്കിലും കഴിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു റിസൾട്ട് കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് 1 മാസം കഴിച്ചാൽ നിർത്തി സാർ, 1 മാസം നിർത്തി എന്നൊക്കെ പറയാതിരിക്കാൻ വേണ്ടിയാണ് 3 മാസമെങ്കിലും മിനിമം കഴിച്ചാൽ മാത്രമാണ് റിസൾട്ട് വരാൻ തുടങ്ങുക. റിസൾട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർത്തത്തില്ല, യു നീഡ് ടു കണ്ടിന്യൂ. അതാണ്. പിന്നെ രണ്ടാമത് ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് മരുന്നിന്റെ കൂടെ മെഡിക്കേഷൻസ് എന്തെങ്കിലും കഴിക്കേണ്ടത് കഴിക്കേണ്ടത്. അത് ചില വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞത്. ചില ആൾക്കാരോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. അവരെന്താ പറയാ, ഞങ്ങള് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ശരി, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളത് ആ പാക്ക് അങ്ങനെ തന്നെ എടുത്തിട്ട് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയുക, സർ ഞാൻ ഇപ്പോൾ ഈ മരുന്നൊക്കെ സാർ തന്നെ കഴിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഒരു സാർ വന്ന് പറഞ്ഞു ഇതും കൂടി കഴിക്കാവോ ചോദിച്ചോളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയാവോ? പണ്ടൊക്കെ പറയാൻ കഴിക്കാനേ പാടില്ല, ഇപ്പോഴും ഉണ്ട് അങ്ങനെ. അത് സ്ലോലി ഡൗൺ. ഇപ്പൊ പല ആൾക്കാർ പറഞ്ഞാൽ ഇതെന്തായാലും കഴിക്കണം കേട്ടോ, ഇതെന്തായാലും കഴിക്കണം, നിങ്ങൾ ഇത് യു കണ്ടിന്യൂ വിത്ത് ദിസ്, ഇതെന്തായാലും കഴിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളായിട്ട് നമ്മൾ വിശ്വസിക്കരുത്, വിശ്വസിക്കുക. അല്ലെ നമ്മൾ തന്നെ അവിശ്വാസത്തോടെ ചെന്നിട്ട് സാറേ ഇങ്ങനെ ഒരാൾ തന്നിട്ടുണ്ട്, ഇത് കഴിക്കണം സാർ, കഴിച്ച പ്രശ്നമാകും എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ വിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ അവിടെ പോയിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളൊന്ന് വേണ്ടത് നോക്കിയിട്ട് കഴിഞ്ഞാൽ കഴിക്കാതിരിക്കുന്നതല്ല, ഞാൻ തന്നെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ 15 കോടിയുടെ അടുക്ക പോകുന്നെടുക്കുക, 15 കോടി പോയിട്ട് 100 ആളൊക്കെ പോകത്തില്ല. അവസാനം സമൂഹത്തിൽ നമുക്ക് പല പെൺകുട്ടികൾ, സ്ത്രീകൾ ഇങ്ങനെ കൂടിയിരിക്കുന്നതാണ് പെയിന് കൊണ്ട്. അവസാനം വേദന സമ്മാരി കുത്തും, വേറെ ഏതെങ്കിലും രോഗം വരും, രോഗത്തിൽ നിന്ന് രോഗത്തിലേക്ക് പോകും, അങ്ങനെ രോഗം സർവത്ര രോഗം. ഓക്കെ, ഈ റെഗുലേഷൻസ് ആദ്യം ഉണ്ട്, ന്യൂട്രിചാർജ് വുമൺ ലോഞ്ച് ചെയ്ത സമയത്തുണ്ട്. പക്ഷെ ഇപ്പൊ അത് മലയാളത്തിലേക്ക് നമ്മുടെ കയ്യിൽ എത്തിയപ്പോൾ നമ്മൾ വായിച്ചു, നമുക്കത് മനസ്സിലായി, എത്രയേ ഉള്ളൂ. ഇതിന് മുന്നേ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും കണ്ടിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. യു നീഡ് ടു ടേക്ക് ഇറ്റ് ഫോർ എ വെരി ലോങ് ടൈം. മിനിമം 3 months ഈസ് റിക്വയർഡ് ടു ഗെറ്റ് സം റിസൾട്ട് ഫോർ സം. ചില ആൾ ഒരു പ്രാവശ്യം കഴിച്ച് 1 മാസം കൊണ്ട് തന്നെ വരും, ചില ആൾക്ക് 15 ദിവസം കഴിച്ചാൽ തന്നെ വരും, ചില ആൾക്കാർക്ക് 3 മാസം കഴിച്ചാൽ വരും. പക്ഷെ യു നീഡ് ടു കണ്ടിന്യൂ ഇറ്റ് ഫോർ എ വെരി ലോങ് ടൈം, 100% ഗ്യാരണ്ടി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഒന്ന് ചോദിച്ചിരിക്കുന്നത്, ഇത് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ എല്ലാവരും പറഞ്ഞേക്കാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പല ആൾക്കാർക്ക് മെസ്സേജ് അയക്കും, പല ആൾക്കാർ ഫോൺ ചെയ്യും. അപ്പൊ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കാം. മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആർത്തവം നിന്ന് കഴിഞ്ഞാൽ, പീരീഡ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇനി ന്യൂട്രിചാർജ് വുമൺ വേണ്ട. ഇതെന്തുമായിരുന്നു? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് ഓഫ് ചെയ്തത് ടക്കെന്ന് പറഞ്ഞു? നോ, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആദ്യം നമ്മൾ അങ്ങനെ ഒരു ആർത്തവ വിരാമം നടന്നതുകൊണ്ട് ഉടനെ ന്യൂട്രിചാർജ് വുമൺ മാറ്റി ന്യൂട്രിചാർജ് മാൻ കൊടുത്തെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്താ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുന്നത് സ്ത്രീക്ക്? അതാദ്യം മനസ്സിലാക്കും. എന്തുകൊണ്ട് നമ്മൾ ന്യൂട്രിചാർജ് മാൻ കൊടുക്കുന്നില്ല? അതാദ്യം മനസ്സിലാക്കണം. വൈ വി ആർ നോട്ട് ഗിവിംഗ് ന്യൂട്രിചാർജ് മാൻ ടു വിമൻ ഓർ ഗേൾസ്? വൈ വി ആർ ഗിവിംഗ് ന്യൂട്രിചാർജ് വുമൺ? അതിന്റെ അകത്ത് മാനേജ് കൊണ്ടാണോ? അല്ലല്ലോ. നമ്മൾ ആ മാനേജ് ആണല്ലോ പിന്നീട് പ്രായം ആയി കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറയുന്നത്. സോ വൈ ഇൻ ദ ഏർലി ടൈം വി ആർ നോട്ട് ഗിവിംഗ്? അതിന് ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന് പീരീഡ്സ് ആകുമ്പോൾ ബ്ലീഡിങ് നടക്കും, ബ്ലഡ് ലോസ് ആവും, ബ്ലഡ് ലോസ് ആകുമ്പോഴേക്ക് അയൺ ഡിപ്ലീഷൻ നടക്കും. അയൺ ഡിപ്ലീഷൻ ആയി കഴിഞ്ഞാൽ അവർ അനീമിക് ആവും. അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാസാമാസം ഈ പീരീഡ്സ് ഉണ്ടാവും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അയണിന്റെ അളവ് ന്യൂട്രിചാർജ് മാനിനുള്ളതിനേക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ 180 ml. 180 ml എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1.6 grams ഓഫ് അയൺ. അങ്ങനെയാകുമ്പോൾ 3-4 ദിവസം, എത്ര ദിവസമാണോ പീരീഡ്സ് ഉള്ളത്, 5-6 വാട്ട് എവർ ഇറ്റ് ഈസ്, അത്രയും 1.6 ഇൻറ്റു ചെയ്യുക. ഏകദേശം ഒരു 5-6-7 ഗ്രാം പോയി കിട്ടും. അന്നേരമാണ് നമ്മൾ 21 മില്ലിഗ്രാം കൊടുത്ത് അടുത്ത മാസത്തേക്ക് റെഡിയാകുന്നത്. അപ്പൊ നമ്മളുടെ ശരീരത്തില് ഈ ഒരു പറയുന്ന ലേഡി ജസ്റ്റ് ബിക്കോസ് അവർ മെനോപോസ് ആയതുകൊണ്ട് അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ നോക്കിയോ? അവർക്ക് മെനോപോസ് ആയി കഴിഞ്ഞാൽ ഏറ്റവും അനുഭവിക്കുന്ന സ്ത്രീകളോട് ചോദിക്കണം. അത് പുരുഷന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. എന്നാലും ചില സ്ത്രീകൾക്ക് അത് അറിയില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം എന്താ? മെനോപോസ് ആയി കഴിഞ്ഞാൽ ശരീരം വല്ലാതെ ചൂടാവും. അതിൽ പറയുന്നതാണ് ഹോട്ട് ഫ്ലഷസ്. ഞാൻ പലപ്പോഴും എന്റെ അടുത്ത് പരിശോധനയ്ക്ക് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് സ്ത്രീകളോട്, നിങ്ങൾക്ക് ശരീരം ചൂടാവാറുണ്ടോ? എന്നാൽ അയ്യോ സാറേ ഭയങ്കര ചൂടാ, AC ഇട്ടാൽ പോലും ഞാൻ ചില സമയം വരും. ഹോട്ട് ഫ്ലഷസ് കംസ്. അപ്പോ ഹോട്ട് ഫ്ലഷസിനുള്ളതാണ് ഈവനിങ് പ്രിംറോസ്. ന്യൂട്രിചാർജ് വുമണല്ലേ ന്യൂട്രിചാർജ് മാൻ ഉണ്ടോ? അത് ഇല്ല. അതേപോലെ വല്ലാതെ പിരിമുറുക്കവും വേദനകൾ വരുമ്പോൾ ന്യൂട്രിചാർജിന്റെ
വുമണിലല്ലേ ഉള്ളൂ സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്. പിന്നെ ഫാറ്റിനെ പിടിച്ചു നിർത്താനുള്ള ന്യൂട്രിച്ചാൽ വുമണിലല്ലേ ഉള്ളൂ ഫ്ലാക്സീഡ്. സോ ഹൗ കെൻ വി ജസ്റ്റ് സ്റ്റോപ്പ് ലൈക്ക് ദാറ്റ്? അപ്പൊ ഹീമോഗ്ലോബിൻ ലെവൽ കുറവാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഹോട്ട് ഫ്ലഷസ് ഉണ്ടാകുന്നതാണ്. സോ യു കനോട്ട് സ്റ്റോപ്പ് ഇമീഡിയറ്റ്ലി, നമ്മൾ കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ചുമ്മാതങ്ങ് കൊടുത്താലൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നലെ ഞാൻ അറിയത്തിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ കസ്റ്റമർ പറയുന്നത് ശരിക്ക് കേൾക്കണം, അല്ല നമ്മളങ്ങ് ആദ്യം തന്നെ എഴുതാൻ തുടങ്ങരുത്. നമ്മൾ കസ്റ്റമറോട് ഇരുന്ന് കുറെ നേരം സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ മുഴുവൻ കേൾക്കുക, കേട്ടതിന് ശേഷം അതനുസൃതമായിട്ടുള്ള പ്രോഡക്റ്റ് കൊടുക്കണം. അപ്പൊ എന്തൊക്കെ ചോദിക്കണം ആദ്യം നമുക്കറിയണം. നമുക്ക് ആ പെർട്ടിക്കുലർ വരുന്ന രോഗിയോട്, അല്ലെ പെർട്ടിക്കുലർ വരുന്ന ലേഡിയോട്, അല്ലെ പെർട്ടിക്കുലർ വരുന്ന പുരുഷനോട്, വാട്ട് കംസ് ടു അസ്, അവരോട് എന്തൊക്കെ ചോദ്യം, എങ്ങനെ ചോദിക്കണം, നമ്മൾ ആദ്യം പഠിക്കണം. അതിനുവേണ്ടിയാണ് ഈ പ്രോഗ്രാം ഒക്കെ വെച്ചിരിക്കുന്നത്. അല്ലാതെ ന്യൂട്രിചാറ്റ് 11 കൊല്ലം മുമ്പേ കേട്ടതാ സുരേഷ് സാറിന്റെ, അയ്യോ എലിവിടാ. നോ, യു ആർ ഗോയിങ് ടു ലേൺ സോ മെനി ന്യൂ തിങ്സ് ഡേ ബൈ ഡേ. And if you don't learn it, you are out of the race. കാരണം കാലത്തിനനുസൃതമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ആദ്യം വന്ന മൊബൈൽ തന്നെയാണോ കയ്യിലുള്ളത്? മൊബൈൽ ലോഞ്ച് ചെയ്ത സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് മേടിച്ച മൊബൈലാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? മിക്കവാറും 4 കൊല്ലം കൊണ്ട് 5 മൊബൈൽ മേടിച്ചിട്ടുണ്ട്. വൈ യു ആർ ചേഞ്ചിങ് ദാറ്റ്? ആദ്യം മേടിച്ച ബൈക്കാണ് ഇപ്പോൾ ഉള്ളത്, ആദ്യം മേടിച്ച കാറാണ് ഇപ്പോൾ ഉള്ളത്, പഴയ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒന്നുമല്ല, നമ്മളെല്ലാം അപ്ഗ്രേഡ് ചെയ്യും, നമ്മളെല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളും. പക്ഷേ ഇവിടെ മാത്രമാണ് നമുക്ക് എന്തെല്ലോ പ്രശ്നമായി. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം വി ആർ ഫേസിങ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ന്യൂട്രിചാറ്റ് വുമൺ ഈസ് absolutely a unique product which you don't find anywhere and you cannot find it anywhere. Okay, right. അപ്പൊ ഇതിലെന്താ ഉള്ളത് നോക്കിയാൽ, ന്യൂട്രിചാറ്റ് വുമൺ 50 അത്യാവശ്യമായിട്ടുള്ള പോഷകതത്വം, 50 പോഷകതത്വങ്ങളല്ല, 50 അത്യാവശ്യമായിട്ടുള്ളത്, 50 എസെൻഷ്യൽ ന്യൂട്രിയൻസ്. ഇപ്പൊ ന്യൂട്രിചാറ്റ് മാനിൽ എത്രയുള്ളത്? ന്യൂട്രിചാറ്റ് മാനിൽ 31. അപ്പൊ 17 എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ അത് തന്നെ മനസ്സിലാക്കും ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന്റെ ആവശ്യകതകൾ. അപ്പൊ 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 13 ഫ്രൂട്ട് ബ്ലെൻഡ്, 6 ബൊട്ടാനിക്കൽസ്, 5 അമിനോ ആസിഡ്, എല്ലാം കൂടി ചേർത്ത് 50 എണ്ണമാണ്. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് എന്റെ സുഹൃത്തെ ഞാൻ പറയാം നിങ്ങളോട്, ഞാൻ കുറെ മരുന്ന് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മരുന്നിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഐ ഹാവ് ഡൺ സോ മെനി തിങ്സ് ഇൻ മൈ ലൈഫ്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഒരിക്കലും പറയേണ്ടി വന്നിട്ടില്ല. അത്രക്ക് മനോഹരമായിട്ടുള്ള പ്രൊഡക്റ്റ്. ആൻഡ് സ്റ്റിൽ ഗേൾസ് ഓർ ലേഡീസ് ആർ റിലക്റ്റന്റ് ടു ടേക്ക് ഇറ്റ്. കാരണം നമ്മൾ വേണ്ടതുപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. എങ്ങനെയാണ് ഒരു ലേഡി, ഒരു ന്യൂട്രിചാറ്റ് വുമൺ ഒരു സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുന്നത്? എനിക്കൊന്ന് കാണാൻ വലിയ അതിയായ മോഹമുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ആ പറയുന്നത് പോലെ അല്ല പറയുന്നുണ്ടാവും. പക്ഷെ പറയും ഞാൻ ആദ്യം വളരെ ക്ഷീണത്തിലായത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരി, നിങ്ങൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആണ് കൊടുത്തത്. ഞാൻ വളരെ വീക്കായിരുന്നു, ഞാൻ കഴിച്ചു, അതുകൊണ്ട് എനിക്ക് വരും. പക്ഷെ എന്തുകൊണ്ട് ഈ മാറ്റം വന്നു? വീക്ക്നെസ്സിൽ ഈ മരുന്ന്, ഈ ഒരു ഗുളിക കഴിച്ചുകൊണ്ട് ഇത്രയധികം ട്രാൻസ്ഫോർമേഷൻ വരാനുള്ള കാരണം എന്തായിരുന്നു? അത് ചിലത് ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് പറയണ്ടായിരുന്നു. ഇപ്പൊ സിനിമ കാണിക്കുന്നത്, ഒരു ട്രെയിലർ കാണിക്കുന്നത്, അതിന്റെ ഹൈലൈറ്റ്സ് ഇങ്ങനെ ടക്ക് 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 നമുക്ക് കാണാൻ തോന്നും. അതുപോലെ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ അതിന് ഹൈലൈറ്റ്സ് ഒക്കെ പറയുമ്പോൾ അവർക്ക് മേടിക്കാൻ തോന്നണം. നമ്മളൊരു കസ്റ്റമറിന്റെ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കസ്റ്റമറിന് തോന്നണം, ഈ പ്രൊഡക്റ്റ് എനിക്ക് അത്യാവശ്യമാണ്, ഐ റിക്വയർ ദിസ്, ഇറ്റ് ഈസ് മൈ നെസസിറ്റി എന്ന്. ഇല്ലെങ്കിൽ ഐ ടെൽ യു, നോബഡി ഈസ് ഗോയിങ് ടു ബൈ. അതുകൊണ്ടാണ് നമ്മളെ ഭാര്യനോട് എന്ന് പറയുമ്പോൾ പോലും ആ ഭാര്യ കഴിക്കാത്തത്. പിന്നെ നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചിട്ട് വലിയ കാര്യവും ഇല്ല. സോ ഇതിൽ 13 വൈറ്റമിൻസ് ഉണ്ട്. ഓൾ വൈറ്റമിൻസ് ബി കോംപ്ലക്സ്, ഫ്രം B1 to B9, B12. അതിനുശേഷം ഫോളിക് ആസിഡ്, then വൈറ്റമിൻ കെ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, എവരിതിങ്. അങ്ങനെ ആ WHO പറഞ്ഞിരിക്കുന്ന അടിയ പ്രകാരം 13 വൈറ്റമിൻസ് ഒരു അഡൽട്ട് ആയിട്ടുള്ള സ്ത്രീയും അഡൽട്ട് ആയിട്ടുള്ള പുരുഷനും കഴിക്കണം. അതുകൊണ്ട് നമ്മൾ ന്യൂട്രിചാറ്റ് വുമണിൽ 13 വൈറ്റമിൻസ് WHO പറഞ്ഞ പ്രകാരം ചേർത്തിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തത് 13 മിനറൽസ്. 13 മിനറൽസ് പറഞ്ഞാൽ കാൽഷ്യം മുതൽ ക്രോമിയം വരെ ഉണ്ട്, റൈറ്റ്? അപ്പോ ഇതും 13 മിനറൽസ് ഒരു അഡൽട്ട് ആയിട്ടുള്ള സ്ത്രീയും പുരുഷനും കഴിക്കണം പറഞ്ഞുകൊണ്ട് നമ്മൾ ന്യൂട്രിചാറ്റ് വുമണിലും 13 മിനറൽസ് ചേർത്തു, ന്യൂട്രിചാറ്റ് മാനിലും 13. സിമ്പിൾ. പിന്നെ 6 ബൊട്ടാനിക്കൽസ്. 6 ബൊട്ടാനിക്കൽസ് ആണ് ഈവനിങ് പ്രിംറോസ്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്, ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട്, ല്യൂട്ടിൻ, ലൈക്കോപ്പിൻ. അതിനെപ്പറ്റി വിശദീകരിച്ച് കുറച്ചിറങ്ങിയിട്ട് പറയാം. പിന്നെ 13 ഫ്രൂട്ട് ബ്ലെൻഡുകൾ. ചില ആൾക്കാർ ഈ ഫ്രൂട്ട് ബ്ലെൻഡ് എന്ന് കേൾക്കുമ്പോൾ, നമ്മളുടെ പ്രത്യേകിച്ച് കോമ്പറ്റീഷനിലുള്ള ആൾക്കാർ, അവർ ഇത്രമാത്രം സ്മാർട്ടാന്ന് വിചാരിച്ചു നോക്കണുണ്ട്. അവർ ചില ഫ്രൂട്ട്സ്, ഇതിലുള്ള ചില ഫ്രൂട്ട്സ് ഗർഭിണികൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ, അന്നേരം മിസ്കാരേജ് നടക്കുമല്ലോ. നമ്മൾ അങ്ങനെ ഉണ്ടോ? സുരേഷ് സാർ എന്നാലും ആള് മോശമില്ല കേട്ടോ, ഇതൊന്നും നമ്മളോട് പറഞ്ഞില്ല. ന്യൂട്രിചാറ്റ് വുമൺ എങ്ങനെയെങ്കിലും കച്ചവടം ചെയ്യാൻ വേണ്ടി മുപ്പർ നോക്കിയിട്ട് വല്ലതാണെന്ന്. അതോടെ അങ്ങനെയാണോ? എന്നാ നിങ്ങൾ കഴിക്കണ്ട കേട്ടോ, ഞാൻ ഇതാ പോകുന്നു, ഞാനും നിർത്തി.
സമാധാനം. നിങ്ങൾ പറയണം ഈ ഫ്രൂട്ട് ബ്ലെൻഡ് ഇതില് അത്യാവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ, ഇത് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ടുള്ള പാർശ്വഫലം എന്താണോ അത് ഉണ്ടാക്കാനുള്ള ലെവലല്ല. ഇത് 13 കൂടിയിട്ട് ആകെ 100 മില്ലിഗ്രാമേ ഉള്ളൂ. അത് ജസ്റ്റ് നിങ്ങളുടെ ശരീരത്തിന് ഒരു ഉണർവ് തരാനും മറ്റുള്ള വ്യാധികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവചം പോലെ സൃഷ്ടിച്ചിട്ട് ശരീരത്തിന്റെ ആ ഒരു വഴുവഴുപ്പ്, സ്കിന്നിന്റെ വഴുവഴുപ്പ്, ആ സൗന്ദര്യം, ആരോഗ്യമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത അളവിൽ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇത് കൊടുത്തിട്ട് ഗർഭിണികളുടെ ഗർഭം അലസാനുള്ള സാധനമല്ല ഞങ്ങൾ കൊടുക്കുന്നത്. ഇൻഫാക്ട് നിങ്ങൾക്കറിയാലോ, ഗർഭം ധരിക്കാത്ത സ്ത്രീകൾക്ക് കൊടുത്തിട്ട് ഗർഭിണിയാലാക്കിയിട്ടേ ഉള്ളൂ നമ്മൾ ബ്യൂട്ടി ചാർജ് ഫോൺ കൊടുത്തിട്ട്. ഇങ്ങനെയൊക്കെ 2 പറഞ്ഞു അയാൾ പിന്നെ പഞ്ചായത്തിൽ വരില്ല. പക്ഷെ നമ്മളത് പറയുന്നത് കേൾക്കുമ്പോൾ ഉച്ചനെ പോലെ എന്ന് പറഞ്ഞ് നമ്മൾ എന്ന് പറഞ്ഞാൽ പോയി ചെയ്യും. നമ്മൾ ഈ പഠിച്ചത് മുഴുവനും വ്യഥയായി മാറുന്നു എന്ന് പറഞ്ഞു. റൈറ്റ്? ഇതിനെപ്പറ്റി നമ്മൾ പറയാം. സോ ഹൗ ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ന്യൂട്രിചാർജ് മാൻ. ന്യൂട്രിചാർജ് മാനും ന്യൂട്രിചാർജ് മോനും തമ്മിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വ്യത്യാസം എന്താണ്? ഒന്ന്, ഇതിൽ 21 മില്ലിഗ്രാം അയൺ ഉണ്ട്, അതൊന്ന്. രണ്ടാമത്, ഞാൻ അയൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇഷ്ടംപോലെ അയൺ ഉണ്ട് കേട്ടോ. അയൺ, ഫ്യൂമറേറ്റ് അയൺ, സൾഫേറ്റ് അയൺ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ, റേറ്റ് എന്ന് പറഞ്ഞ കുറെ അയൺ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഉള്ളത് എന്താ? ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ്. ഇതൊരു യുണീക് പോയിന്റ് ആണ് കേട്ടോ. ഇതാ ഈ വട്ടത്തിൽ ഞാൻ ഇങ്ങനെ കറക്കുന്നില്ല കർസർ, അത് എഴുതി വെച്ചോളൂ കേട്ടോ. ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ് ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു അയൺ ആണ്. കാരണം ശരീരത്തില് സാധാരണ അയൺ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലം, ഒന്ന് കോൺസ്റ്റിപ്പേഷൻ ആവും, രണ്ടാമത്തത് വയറ്റിനകത്ത് പോയിക്കാൻ വയറ്റിൽ എരിച്ചിലുണ്ടാവും, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സൈഡ് എഫക്ട് പറയും. ഇത് ഒന്നുമില്ലാതെയാക്കുന്ന ഒരു അയണാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്, ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ്. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മളുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളും അയൺ കഴിക്കുന്നത് ഗർഭിണിയാകുമ്പോഴാണ്. അപ്പൊ ഗർഭിണിയാകുമ്പോൾ ഇങ്ങനത്തെ അയൺ വാരി കോരി കഴിക്കുന്നത് കൊണ്ട് പല ഗർഭിണികളും ഗർഭസ്ഥ സമയത്ത് ഗർഭിണിയായിരിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ നേരിടാറുണ്ട്. അപ്പൊ കോൺസ്റ്റിപ്പേഷൻ നേരിടുമ്പോൾ അവർ കോൺസ്റ്റിപ്പേഷൻ മാറാനുള്ള പിന്നെ വേറെ മരുന്ന് കഴിക്കേണ്ടി വരും. ഒന്ന് ചിന്തിച്ചു നോക്കുന്നേ, നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നു. So you take NutriCharge Women, which will give you ferrous bisglycinate, which is the most bioavailable form of iron. നിങ്ങൾ അത് കഴിക്കുന്നു, ശരീരത്തിന്റെ രക്തത്തിൽ അത് വലിഞ്ഞുകൊണ്ട് കയറുന്നു. അതുകൊണ്ടാണ് 15 ദിവസം കൊണ്ട് ഹീമോഗ്ലോബിൻ ലെവൽ വല്ലാതെ മാറ്റം വരുന്നത്, കൊടുത്ത് കൃത്യമായിട്ട് കഴിച്ചാൽ. പക്ഷെ ഇതിന്റെ കൂടെ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ 13 ഫ്രൂട്ട് ബ്ലെൻഡ്, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈവനിങ് പ്രിംറോസ് ആൻഡ് സ്റ്റാർ ഫ്ലവർ, എസ്പെഷ്യലി ഒന്ന് കേട്ട് നോക്കൂ. ഈവനിങ് പ്രിംറോസ് ആൻഡ് സ്റ്റാർ ഫ്ലവർ ടു റിലീവ് ഫ്രോം വിമൻ റിലേറ്റഡ് ഇഷ്യൂസ്. ഇത് ന്യൂട്രിചാർജ് വുമനിൽ മാത്രമേ ഉള്ളൂ. അന്നേരമാണ് പറയുന്നത് നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പം കൊടുക്കേണ്ട. ചിന്തിച്ചു നോക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. പിന്നെ ന്യൂട്രിചാർജ് വുമനിൽ കൂടുതൽ കാൽഷ്യം ഉണ്ട്, കൂടുതൽ മാഗ്നീഷ്യം ഉണ്ട്. അതുകൊണ്ട് എന്തുണ്ടാവും? സ്ത്രീകളുടെ എല്ലിന് ബലം കൂട്ടും. കാരണം അവരുടെ ശരീരത്തിലെ ഈ പീരീഡ്സും ഹോർമോണൽ ബാലൻസ് നടക്കുന്ന സമയത്ത് വല്ലാതെ ഡിപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കും കാൽഷ്യവും മാഗ്നീഷ്യവും എല്ലാം. ഈ കാൽഷ്യവും മാഗ്നീഷ്യം എന്ന് പറയുന്നത് എല്ലിന്റെ സാന്ദ്രതയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള മിനറൽസ് ആണ്. നമ്മുടെ ശരീരത്തിൽ മാഗ്നീഷ്യം ടോട്ടൽ എത്തിയിട്ടുണ്ടോ അതിന്റെ 50% എല്ലിലുണ്ടാവും. അപ്പൊ മാഗ്നീഷ്യം ഇല്ലെങ്കിൽ എല്ലുണ്ടാവില്ല, കാൽഷ്യമും എല്ലിലുണ്ടാവും, അതുണ്ടാവും. അപ്പം നമ്മൾ ന്യൂട്രിചാർജ് നമ്മൾ എന്ത് ചെയ്തു? കൂടുതൽ കാൽഷ്യം ചേർത്തു, കൂടുതൽ മാഗ്നീഷ്യം ചേർത്തു. ഇങ്ങനത്തെ ഡിഫറൻസ് ആണ് ന്യൂട്രിചാർജ് മാൻ തമ്മിൽ ന്യൂട്രിചാർജ് വുമൻ ടാബ്ലറ്റിന് ഉള്ളത്. ഇനി നമുക്ക് അതിലുള്ള ബൊട്ടാനിക്കൽസിനെ പറ്റിയിട്ട് ഒന്ന് സംക്ഷിപ്തമായിട്ട് മനസ്സിലാക്കാം. ഈവനിങ് പ്രിംറോസ്, അതിനെ എന്താണ് മലയാളത്തിൽ പറയാന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല. കാരണം ചിലതൊക്കെ ആ ലെവലിൽ തന്നെ പറയണം, അല്ലാതെ അതിന്റെ പേര് പറഞ്ഞിട്ട് ആ ന്യൂട്രിചാർജ് വുമനെ തന്നെ ഒന്നും അറിയില്ലാതെയൊക്കെ. എന്നാൽ നാളെ തൊട്ട് നമുക്ക് പറയാലോ ന്യൂട്രിചാർജ് വുമൻ എന്ന് പറയണം, ന്യൂട്രിചാർജ് സ്ത്രീ എന്ന് പറയാലോ, എന്നാൽ അല്ലേ? അങ്ങനെ പറഞ്ഞോണ്ട്. കാരണം വുമൺ സാറേ മലയാളത്തിൽ എന്താ ന്യൂട്രിചാർജ് സ്ത്രീ. എന്തൊട്ട് നാളെ തൊട്ട് ന്യൂട്രിചാർജ് സ്ത്രീ നമുക്ക് 2 നേരം കഴിക്കാം. സോ ഇറ്റ് ഡസന്റ് ലുക്ക് ഗുഡ് ആണ്. അപ്പൊ ഈവനിങ് പ്രിംറോസ് കേട്ടോ, എന്തൊട്ട് എല്ലാവരും അങ്ങനെ തന്നെ പറയണം, ഈവനിങ് പ്രിംറോസ്. ഇതെന്താ ചെയ്യുന്നത്? അതില് നമ്മളെ ആ ബോക്സിൽ കാണുന്ന മഞ്ഞ നിറത്തിലെ പൂവില്ലേ, അതാണ് ഈവനിങ് പ്രിംറോസ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇറ്റ് റിലീവ്സ് മെൻസ്ട്രൽ പ്രോബ്ലം. നോക്കി, ആദ്യത്തെ തന്നെ എന്താണ്? മെൻസ്ട്രൽ സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലമുകൾ ഇല്ലാതെയാകും. ഇറ്റ് റിലീവ്സ് മെൻസ്ട്രൽ പ്രോബ്ലംസ്. ഏതൊക്കെ തരത്തില്? ഒന്ന്, മെൻസ്ട്രൽ പെയിൻ, അതിനാണ് വേദന സംഹാരിയും ആ മാരകമായിട്ടുള്ള ഇഞ്ചക്ഷനും അപ്പം വെച്ച് കുത്തിയത്. പിന്നെ ബ്രസ്റ്റ് പെയിൻ, അതൊരു വേദന തന്നെ, അതിന് പോയി കുത്തും, അങ്ങനെ ബ്രസ്റ്റ് പെയിൻ ആകും. പിന്നെ മൂന്നാമത് PCOD, ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും സ്ത്രീകളിലും കാണുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ബഹുദൂരം കൊണ്ടുപോകാൻ ഈ ഈവനിങ് പ്രിംറോസ് സഹായിക്കുന്നു. പിന്നീട് ഭാവിയിൽ ആ പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ ഡെലിവറിയുടെ സമയത്ത് യൂട്ടറൈൻ കോൺട്രാക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നത് ഈവനിങ് പ്രിംറോസ്. എത്രയായി നോക്കിയേ? ഈവനിങ് പ്രിംറോസിന്റെ ഫംഗ്ഷൻ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ അവസാനത്തത് ആർത്തവ വിരാമമാകുമ്പോൾ ശരീരത്തിൽ ഹോട്ട് ഫ്ലഷസ് വരുമ്പോൾ അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ ഈവനിങ് പ്രിംറോസ് വീണ്ടും നമ്മളെ സഹായിക്കും.
പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സ്കിന്നിന്റെ വഴുവഴുപ്പ്, ചർമ്മത്തിന്റെ തിളക്കം, അതുകൊണ്ട് പ്രായാധിക്യം തോന്നിക്കാതെയും ചുളിവുകൾ ഇല്ലാതെയും സംരക്ഷിക്കാൻ ഈവനിങ് പ്രിംറോസ് ആയിരിക്കും. സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്, പ്രീ മെൻസ്ട്രൽ പ്രോബ്ലം, ഞാൻ നേരത്തെ കുറച്ച് നേരം മുന്നേ കാണിച്ചില്ലോ, പ്രീ മെൻസ്ട്രൽ പ്രോബ്ലം, അടിവയറ്റിൽ വേദന, തലവേദന, തലകറക്കം, അതേപോലെ തന്നെ ബ്രസ്റ്റ് പെയിൻ, എന്നൊക്കെ സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്. ഓക്കെ, സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്. അത് മാത്രമല്ല, സ്കിൻ ഡ്രൈ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് പീരീഡ്സിന്റെ സമയത്ത്. ആ ഡ്രൈനെസ് ഓഫ് ദ സ്കിൻ ക്യാൻ ഓൾസോ ബി ടേക്കൻ കെയർ ഓഫ്. അത് മാത്രമല്ല, മൂഡ് സ്വിംഗ് വല്ലാതെ ആകുന്നതിനെയും ഇത് കൗണ്ടർ ചെയ്യും. പിന്നെ ഫ്ലാക്സീഡ്, ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഒമേഗ ഓൺലി, അല്ലെ, ഒമേഗയാണ്. സോ ഇതെന്താ ചെയ്യുന്നത്, ഹോട്ട് ഫ്ലഷസ് ഇല്ലാതാക്കാനും ഇത് സഹായിക്കും. അതിപ്പോ രണ്ടും കൂടി ചേർത്തൊന്ന് കൊടുത്തേ എല്ലാം റെഡിയാവും. ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് വീണ്ടും സ്കിന്നിനെ വളരെ ആരോഗ്യത്തോടെ വെക്കും, റിങ്കിൾ എഫക്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ ആന്റി റിങ്കിൾ എഫക്റ്റ് ആണ്, റൈറ്റ്. പിന്നെ ചർമ്മത്തിനെ ആരോഗ്യത്തോടെ സംരക്ഷിച്ചു വെക്കും. അങ്ങനത്തെ യു ലുക്ക് മച്ച് യങ്ങർ ദാൻ യുവർ ഏജ്, ഓർ യു ലുക്ക് യങ്ങർ ഫോർ എ വെരി ലോങ് ടൈം. പ്രായം നമുക്ക് ബാധിക്കത്തില്ല, റൈറ്റ്. പിന്നെ ഉള്ളത് ല്യൂറ്റീൻ, അത് നമുക്കറിയുന്ന കാര്യമാണ്. സോലാർ റേസ് അല്ലെങ്കിൽ ബ്ലൂ റേസ് ഒക്കെ കണ്ണിലേക്ക് പോകുമ്പോൾ വല്ലാതെ ഫ്രീ റാഡിക്കൽസിന്റെ ഉത്പാദനം ഉണ്ടാവും. ഫ്രീ റാഡിക്കൽസ് ഉത്പാദിക്കുമ്പോൾ കണ്ണിന്റെ കോശങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ കണ്ണിന്റെ കോശങ്ങളെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ കണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ല്യൂറ്റീൻ ഇത് കഴിച്ചാൽ തന്നെ കണ്ണിന് ആരോഗ്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ ല്യൂറ്റിനെ മാത്രം വെച്ചുകൊണ്ട് കണ്ണിലേക്കുള്ള ഒരു പ്രൊഡക്റ്റ് കൂടി കൊണ്ടുവന്ന് ന്യൂട്രിചാർജ് വ്യൂ. അപ്പൊ നിങ്ങൾ നോക്കിയ PVMFO പ്ലസ് ന്യൂട്രിചാർജ് വ്യൂ, ഫെന്റാസ്റ്റിക്. ഇപ്പൊ ഞാൻ പല ഗർഭിണികൾക്ക് ന്യൂട്രിചാർജ് കൊടുക്കുന്നുണ്ട്, കാരണം ജനിക്കുന്ന കുട്ടിക്കെങ്കിലും കണ്ണിന് ആരോഗ്യം വേണ്ടേ. അതുകൊണ്ട് എല്ലാ ദിവസവും ഗർഭിണിയോട് ഞാൻ പറയുന്നത് ന്യൂട്രിചാർജ് വ്യൂ ഒന്ന് വെച്ച് കഴിക്കും. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ലൈക്കോപീൻ എന്ന് പറയുന്നത്, റൈറ്റ്. ലൈക്കോപീൻ എന്ന് പറയുന്നത് ഹാർട്ടിന് വളരെ നല്ലതാണ്. ഹൃദയ രോഗങ്ങൾക്ക്, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാർഡിയോളജി ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ലൈക്കോപീൻ. ആ ലൈക്കോപീൻ ഒരു ഗുളികയ്ക്ക് 25 രൂപ വരെ ഉണ്ട്, വെറും ലൈക്കോപീൻ മാത്രമുള്ളത്. ഇവിടെ ലൈക്കോപീൻ അടങ്ങിയിട്ട് അതിന്റെ കൂടെ 49 വേറെ പോഷക തത്വങ്ങളുണ്ട്, എന്നിട്ടും 20 രൂപയായിട്ടില്ല. ഓക്കെ. പിന്നെ ഈ ലൈക്കോപീൻ എന്താ ചെയ്യുന്നത്, സ്ത്രീകൾക്ക് എന്താ ചെയ്യുന്നത്, സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സോഫ്റ്റ് ടിഷ്യൂ ക്യാൻസർ ഇല്ലാതെയാകും, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ. ഏറ്റവും സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതില്ലാതെയാക്കുന്നതാണ് ലൈക്കോപീൻ. ഇത് പുരുഷന്മാരുടെ ഉണ്ട്, അത് ന്യൂട്രിചാർജ് മാൻ പറയുമ്പോൾ നമുക്ക് പറയാം. പിന്നെ ഇതിലുള്ള 13 ഞാൻ പറഞ്ഞത് 13 ഫ്രൂട്ട് ബ്ലെൻഡ്. ഇത് ജസ്റ്റ് ഇതിനെന്താ ചെയ്തിരിക്കുന്നത് അറിയോ, ഇത് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് അവർ ബോഡി ടു ഫൈറ്റ് വേരിയസ് ഡിസീസ്. അതിനുവേണ്ടി മാത്രം. കാരണം ഗർഭിണിയായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇല്ലാത്ത സമയത്തോ, പ്രത്യേകിച്ച് ഗർഭിണിയായ സമയത്ത് വല്ലാതെ ഒരു അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനൊക്കെ കൗണ്ടർ ചെയ്യാനും പല അസുഖങ്ങൾ വരാതിരിക്കും. കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ പല മരുന്നുകൾ കേൾക്കുമ്പോൾ വളരുന്ന കുട്ടിക്ക് അത് മരുന്ന് ആ പ്രായത്തിൽ തന്നെ കയറാൻ തുടങ്ങും. പലതരത്തിലുള്ള പ്രോബ്ലം ആ ചെറിയ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം ഒഴിവാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചേർത്തിരിക്കുന്നത്. അന്നേരമാണ് പറയുന്നത് ഇത് കഴിച്ചാൽ മിസ്കാരേജ് ആവുമല്ലോ. ജസ്റ്റ് ഇമാജിൻ, നമുക്കറിയാത്ത കൊണ്ടാലേ നമ്മളത് കൗണ്ടർ ചെയ്യാതെ അതും കെട്ടിക്ക് പോകും. സോ ഇത്രയധികം ഫ്രൂട്ട്സ് നമുക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല സുഹൃത്ത്. 13 തരം ഫ്രൂട്ട്. ഇതിലുള്ള ഫ്രൂട്ടൊക്കെ ചിലതൊന്നും ആൾക്കാർ കണ്ടിട്ട് പോലും. അതാണ് നമ്മളോട് കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര വിലപിടിച്ച സാധനങ്ങളായത്, എന്നാലും നമ്മളൊരു വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് ഇത് തരുന്നത്. ഇത് വേറെ ഏതെങ്കിലും കമ്പനിയിലായിരുന്നെങ്കിൽ ഇതിന്റെ വില ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 4 ഇരട്ടി ഉണ്ടാവുമെന്ന് യാതൊരു സംശയവും വേണ്ട. കാരണം ഞാൻ ഓൾ ഓവർ കുറെ ലോകരാജ്യത്ത് പോയിട്ട് ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിന്റെ വില ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂട്രിചാർജ് എന്താണോ വില, അതിന്റെ ഒരു 4 ഇരട്ടി എങ്കിലും ഉണ്ടാവും ഇത് വേറെ കമ്പനിയിൽ പോയത്. ഓക്കെ. അപ്പൊ ഇത്രയധികം ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ 13 ഫ്രൂട്ട് ബ്ലെൻഡ് കൊണ്ട്. ഓക്കെ, 13 ഫ്രൂട്ട് ബ്ലെൻഡ് എല്ലാം കൂടിയിട്ട് 100 മില്ലിഗ്രാം വരും, എല്ലാം കൂടിയിട്ട്. പിന്നെ അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ തന്നെയാണല്ലോ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ, ട്രിപ്റ്റോഫൈൻ, L-ലൈസിൻ, L-കാർണിറ്റിൻ, ഫിനലലൈൻ ആൻഡ് L-ആർജിനിൻ, ഈ 5 അമിനോ ആസിഡ്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നു, ന്യൂട്രിചാർജ് സ്ട്രോബെറി കഴിക്കുന്നു. യുവർ ബോഡി വിൽ ഗോയിങ് ടു ബി പെർഫെക്റ്റ് ഹെൽത്തി ബോഡി. ഓക്കെ. നൗ ട്രിപ്റ്റോഫൈൻ എന്താ ചെയ്യുന്നത്, മൂഡ് കൺട്രോൾ ചെയ്യാനും നല്ല ഗാഠമായ നിദ്ര നൽകാനും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഉറക്കം നൽകാനും സഹായിക്കും. നല്ല ഉറക്കമുണ്ടോ ആരോഗ്യമുണ്ട്, നല്ല ഉറക്കം ലഭിക്കുന്നില്ലേ അനാരോഗ്യരാണ്. സിമ്പിൾ. ഇത് ട്രിപ്റ്റോഫൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇതിന്റെ കൂടെ നിങ്ങൾ സ്ട്രോബെറി പ്രോഡക്റ്റ് കൂടി കഴിച്ചാൽ പറയേ വേണ്ട. രണ്ടാമത്തെ L-ലൈസിൻ, കാൽഷ്യം അബ്സോർപ്ഷൻ കൂട്ടുന്നു. അതുകൊണ്ട് ശരീരത്തിലുള്ള കാൽഷ്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ വലിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ട് എല്ലിലേക്ക് അതിനെ നിക്ഷേപിക്കുന്നു. അപ്പൊ എല്ലിന്റെ ബലം കൂടും. അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമുള്ള ആന്റിബോഡീസ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും, രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും. ശരീരത്തിന് ആവശ്യമുള്ള നല്ല ഹാർമോൺസ്, എൻസൈംസിന്റെ ഒക്കെ ഫോർമേഷന് L-ലൈസിൻ സഹായകരമാണ്. അതുകൊണ്ട് വീണ്ടും ആരോഗ്യത്തിൽ തന്നെ നിങ്ങളെ തുടർച്ചയോടെ നിർത്തും.
പിന്നെ എൽ കാർണിറ്റിൻ നമ്മുടെ ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കുന്നു, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യമായിട്ടുള്ള കൊഴുപ്പിനെ കത്തിച്ചു കളയുന്നു, നമ്മുടെ ശരീരത്തിലെ മസിൽസിനെ കൂട്ടുന്നു. അങ്ങനെയാവുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ട് നമ്മൾ വളരെ നല്ല സൗഖ്യത്തിലായിരിക്കും. വി വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ പെർഫോമൻസ് ആൻഡ് വിൽ ഫീൽ മോർ ഹാപ്പി ദാൻ വാട്ട് യു ആർ. പിന്നെ ഫെനലൈൻ ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു, മൂഡ് സ്വിംഗ് കുറയ്ക്കുന്നു. അപ്പൊ നല്ല മൂഡിലാകും. നല്ല മൂഡിലാണെങ്കിൽ ആരും ഡിപ്രഷനിലേക്ക് പോകില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മൈഗ്രെയിൻ, സ്ത്രീകൾ കാണുന്ന മൈഗ്രെയിൻ ഇല്ലാതെയാക്കുന്നു. ആർത്രൈറ്റിസ്, വാദസംബന്ധമായിട്ടുള്ള വേദന, മെൻസ്ട്രൽ പെയിൻ എല്ലാം ഇല്ലാതെയാക്കും. ഒരൊറ്റ ഗുളിക കളിക്കുന്ന കളിയായിരുന്നു. പിന്നെ ഇതിന്റെ കൂടെ ഒമേഗയും കൂടി കഴിഞ്ഞാൽ ആർത്രൈറ്റിസും ക്ലിയർ ആയി, മൈഗ്രെയിനും ക്ലിയർ ആയി, ഡിപ്രഷനും ക്ലിയർ ആയി. നോക്കിയേ, സിനർജറ്റിക് ആയിട്ട് കൈ ചേർത്തുകൊണ്ടാണ് ന്യൂട്രിചാർജിന്റെ ഓരോ പ്രൊഡക്റ്റുകളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ചില ആൾ 4-5 കഴിക്കണമെന്ന് പറയാൻ പറയുന്നത്. എൽ ആർജിനിൻ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മസൽ ലോസ് സംഭവിക്കാതെ ഇരിക്കാനും എനർജി കൂട്ടാനും എൽ ആർജിനിൻ വളരെയധികം സഹായിക്കും. സോ ന്യൂട്രിചാർജ് വിമൻ, ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ കഴിച്ചാൽ അതിനെ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ആദ്യത്തെ ബെനിഫിറ്റ് നോക്കി, ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് ഹീമോഗ്ലോബിൻ. നിങ്ങളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ ന്യൂട്രിചാർജ് വിമൻ കഴിക്കൂ, ഹീമോഗ്ലോബിൻ കൂട്ടും. ഫിനിഷ്. സിമ്പിൾ, വെരി വെരി സിമ്പിൾ. കഴിഞ്ഞ ദിവസം ഇതിപ്പം വേറൊരു പ്രശ്നം നടന്നു. ഇന്നലെ തമിഴ്നാട് നിന്നുള്ള ക്ലാസ് എടുത്തു. തമിഴ്നാട് ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ ഒരു ലീഡർ എന്നോട്, സാർ ഞാൻ എന്റെ ഒരു റിപ്പോർട്ട് അയക്കാം, ഞാൻ 1 മാസമായിട്ട് ഹോസ്പിറ്റലിൽ, സാർ അത് നോക്കണം. നോക്കിയപ്പോൾ എന്താണെന്ന് അറിയാമോ? ആ വ്യക്തിക്ക് അയൺ ഡെഫിഷ്യന്റ് എനിമിയാണ്. ഈസ് അയൺ ഡെഫിഷ്യന്റ് എനിമിക്. അപ്പൊ എന്താ എനിക്ക് മാർഗമുള്ളത്? ഞാൻ അദ്ദേഹത്തിന് ന്യൂട്രിചാർജ് വിമൻ കൊടുത്തു. കാരണം അയൺ കൂട്ടണം 1 മാസത്തേക്ക്. 1 മാസത്തേക്ക് ന്യൂട്രിചാർജ് വിമൻ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ആയിപ്പോ ഞാൻ തെറ്റി എഴുതിയാണോ? കാരണം എന്നെ വിളിക്കും, സാർ പുരുഷന്മാർക്ക് ന്യൂട്രിചാർജ് വിമൻ കഴിക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ കേസ് കെട്ടിൽ കൊടുത്തേ മതിയാകുള്ളൂ. ഇല്ലാത്ത പക്ഷം കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അയൺ ഡെഫിഷ്യന്റ് എനിമിയാണ്. ഇപ്പൊ ന്യൂട്രിചാർജ് മാൻ കൊടുത്താൽ കുറച്ച് സമയം എടുക്കും, കാരണം അതിൽ 10 മില്ലിഗ്രാമേ ഉള്ളൂ. അപ്പോൾ ന്യൂട്രിചാർജ് 1 മാസത്തേക്ക് കൊടുത്തിട്ട് പിന്നെ മാനിലേക്ക് പോകണം. അപ്പോൾ ഇപ്പോൾ പുരുഷന്മാരിലും ഇത് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തുണ്ടായി? രക്തത്തിന്റെ കുറവും മസിൽസിന്റെ കുറവായപ്പോൾ ഹൃദയത്തിന് പ്രശ്നമായി. അങ്ങനെ ഹോസ്പിറ്റലിൽ 1 മാസം കടന്നു. നമ്മളുടെ കയ്യിൽ ഈ സാധനങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ അത് കഴിച്ചില്ല, അല്ലെങ്കിൽ കഴിക്കാനുള്ള അറിവ് നമുക്ക് ഇല്ലാതെയായി പോയി. നമ്മൾ തോന്നിയ പോലെ കഴിക്കുന്നു, തോന്നിയ അളവിൽ കഴിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പൊ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ ന്യൂട്രിചാർജ് വിമൻ കഴിച്ചാൽ വളരെയധികം ഈസിയാണ്. അപ്പൊ ഹീമോഗ്ലോബിൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അയൺ റിച്ച് പ്രോട്ടീൻ ആണ്, റൈറ്റ്? സോ അയൺ ഉണ്ട്, അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ട്. ആൻഡ് അയൺ ഈസ് എസെൻഷ്യൽ എലിമെന്റ് ഫോർ ബ്ലഡ് പ്രൊഡക്ഷൻ. അപ്പോ പ്രോട്ടീന്റെ കൂടെ അയണും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അയൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രൊഡ്യൂസ് ബ്ലഡ്. ഓക്കെ. പിന്നെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ലോസ് തന്നെയാണ് അയൺ ഡെഫിഷ്യൻസിയുടെ ഏറ്റവും വലിയ കാരണം. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അയൺ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തവും നഷ്ടപ്പെടുന്നുണ്ട്, ബ്ലീഡിങ് എവിടെയോ നടക്കുന്നുണ്ട്. അതാണ് കാരണം. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് കൊടുത്തത്. അപ്പൊ നോക്കിയേ, ഒരു മെൻസ്ട്രൽ പീരീഡ് നടക്കുമ്പോൾ 1.6 മില്ലിഗ്രാം അയൺ ആണ്. നേരത്തെ പറഞ്ഞു 1.6 മില്ലിഗ്രാം അയൺ ആണ് ഓരോ ദിവസവും ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. സോ ടു മേക്ക് ഹീമോഗ്ലോബിൻ അയൺ ഈസ് റിക്വയർഡ്. അയൺ മാത്രം പോരാ, യു റിക്വയർ അയൺ പ്ലസ് പ്രോട്ടീൻ. സോ ന്യൂട്രിചാർജ് വിമണിൽ 21 മില്ലിഗ്രാം അയൺ. സോ ബേസിക് ആയിട്ട് നമ്മുടെ RD പ്രകാരം മിനിമം ലെവൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ ഫെറസ് ബേസ് ഗ്ലൈസൈനേറ്റ് എന്ന് പറയുന്നത് 90% ബയോ അവൈലബിൾ ആകും. അപ്പൊ നിങ്ങൾ ഇത് ടാബ്ലറ്റ് കഴിച്ചാൽ അതിലുള്ള അയൺ 90% നിങ്ങളുടെ ശരീരം വലിച്ചെടുക്കും. അതാണ് മോസ്റ്റ് ബയോ അവൈലബിൾ അയൺ ആണിത്. മറ്റുള്ളത് ഏകദേശം ഒരു 70-74% മാത്രമേ അങ്ങനെയൊക്കെ വലിച്ചെടുക്കത്തുള്ളൂ. അതുകൊണ്ട് എന്താ ഉണ്ടാവും വെച്ചാൽ അത് 2, 3, 4 തവണ കഴിക്കേണ്ടി വരും, എന്നാൽ മാത്രമേ എന്തെങ്കിലും റിസൾട്ട് കാണിക്കൂ. പക്ഷെ ഇത് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ യു വിൽ ഗെറ്റ് ഓൾ ദോസ് ഡിഫറൻസ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ദെൻ ന്യൂട്രിചാർജ് വിമൻ കഴിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺ. നല്ല ആരോഗ്യം, നല്ല സുദൃഢമായിട്ടുള്ള എല്ല് നമുക്ക് നൽകും. കാരണം അതിൽ കാൽഷ്യത്തിന്റെ അളവ് അല്പം കൂടുതലാണ്. 200 മില്ലിഗ്രാം ആണ്. 200 മില്ലിഗ്രാം കാൽഷ്യം ചേർത്തത് ഏകദേശം ഒരു ഗ്ലാസ് പാലും എത്രയാണ്, ശുദ്ധ പശു പാലിന്റെ 1 ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ എത്ര കാൽഷ്യം അതിൽ ഉണ്ടാവുമോ അത്രയും അളവിലാണ് ന്യൂട്രിചാർജ് വിമണില് നമ്മൾ കാൽഷ്യം ചേർത്തിരിക്കുന്നത്. ഇത് ന്യൂട്രിചാർജ് മാനിലേക്കാളും കൂടുതലാണ്, 200 മില്ലിഗ്രാം. പിന്നെ ന്യൂട്രിചാർജ് വിമൺ കഴിക്കുമ്പോൾ സ്കിന്നിനെ നല്ല വെഴുവെഴുപ്പായിട്ട് മോയിസ്റ്റ് ആക്കി വെക്കും, യൂണിഫോം ആക്കി വെക്കും, ഫ്ലെക്സിബിൾ ആക്കി വെക്കും, റിങ്കിൾസ് ഇല്ലാതെയാക്കി വെക്കും. അതുകൊണ്ട് പ്രായം തോന്നിക്കാത്ത രൂപത്തിൽ നിങ്ങളെ യുവത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ന്യൂട്രിചാർജ് വിമൺ സഹായിക്കും. പിന്നെ ന്യൂട്രിചാർജ് വിമൺ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വേദന കുറയുന്നു, നിങ്ങളുടെ ഡിപ്രഷൻ കുറയുന്നു,
വേദന പ്രത്യേകിച്ച് മെൻസ്ട്രൽ പീരീഡിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നെയോ പിന്നെയോ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴോ ഉള്ള വേദനകളൊക്കെ കുറയ്ക്കുന്നു. അത് മാത്രമല്ല ഹോർമോൺ വ്യതിയാനം ഉണ്ടാവുന്നത് ഇല്ലാതെയാകും. പിന്നെ നമ്മളെ മൂഡ് സ്വിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നു. സ്ലീപ്പ്, നല്ല ഉറക്കം സമ്മാനിക്കുന്നു. അതുപോലെ നല്ല നീണ്ട തിളക്കമുള്ള ഘനമുള്ള മുടി പൊഴിയാതെ കാത്തു സൂക്ഷിക്കാനുള്ള ആരോഗ്യമുള്ള മുടി നൽകാനും ന്യൂട്രിചാർജ് സഹായിക്കുന്നു. അതുപോലെ നല്ല സൗന്ദര്യമുള്ള നഖം, നല്ല ആരോഗ്യമുള്ള നഖം, നല്ല ബലമുള്ള നഖം നൽകാൻ ന്യൂട്രിചാർജ് സഹായകരമാണ്. അതേപോലെ തന്നെ എനർജി, സ്റ്റാമിന, നമ്മുടെ ശേഷിയെല്ലാം കൂട്ടാൻ ന്യൂട്രിചാർജ് വുമൺ ഒരു ഗുളിക സഹായിക്കുന്നു. ഫീച്ചേഴ്സ് ഓഫ് ന്യൂട്രിചാർജ് വുമൺ. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ ഇത്രയും ബെനിഫിറ്റ് ആണ് ഒരു പെൺകുട്ടിക്കും സ്ത്രീക്കും ലഭിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ ന്യൂട്രിചാർജ് വുമന്റെ ചില പ്രത്യേകതകൾ എന്താണ്? ന്യൂട്രിചാർജ് വുമൺ സ്ട്രോബെറി കൊണ്ട് കോട്ട് ചെയ്തതാണ്. അതുകൊണ്ട് സ്ട്രോബെറി ഫ്ലേവേർഡ് ആണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ 13 മിനറൽസും 13 വൈറ്റമിൻസും കൂടി ദഹിച്ച് നിങ്ങളുടെ വായിലേക്ക് ഒരു ഫോൾസ് ടേസ്റ്റ് കൊണ്ടുവരുന്നത് ഇല്ലാതെയായി. പിന്നെ ഇത് 15 ഗുളികകളുടെ 2 സ്ട്രിപ്പാണ്. ടോട്ടൽ 30 ടാബ്ലറ്റ് ആണ്. ഒരു മാസത്തേക്കുള്ളതാണ്. ദയവായിട്ട് എല്ലാ സ്ത്രീകളോടും പെൺകുട്ടികളോടും ബഹുമാനത്തോടെ ഞാൻ പറയുന്നു, ഇത് ഒരു മാസത്തേക്കുള്ളതാണ്. അത് ഒരു മാസം കൊണ്ട് തീർത്തിട്ട് അടുത്ത ടാബ്ലറ്റ് മേടിക്കാൻ പോകണം. കാരണം പല വീടുകളിലും ന്യൂട്രിചാർജ് വുമൺ തീരുന്നത് 4-5 മാസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതിൽ ഒരു മാസത്തേക്കുള്ള ഗുളികയുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എത്ര അളവിൽ നിങ്ങൾ കഴിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇത് മോയ്സ്ചർ പ്രൂഫ് അലു ഇന്റർനാഷണൽ പാക്കിലാണ്. അതുകൊണ്ട് ഇത് അതിന്റെ അകത്തുനിന്ന് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങളത് അറ്റ്മോസ്ഫിയറുമായിട്ട് അതിൽ ഒരു സമ്പർക്കം വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ അത് ഹൈലി അൺടച്ച്ഡ് ആണ്, എയർ സീൽഡ് ആണ്, എയർ ടൈറ്റ് ആണ്. പിന്നെ അതിന്റെ ഒരു വീട്ടിൽ ഒരു ഗുളികയേ ഉള്ളൂ. അതുകൊണ്ടൊന്ന് പുഷ് ചെയ്താൽ ഒരു ഗുളിക മാത്രമേ വരത്തുള്ളൂ, മറ്റേത് വരത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് 100% വെജിറ്റേറിയൻ. എപ്പോഴാണോ ഒരു പെൺകുട്ടിക്ക് മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്നത് ആ സമയം മുതൽ കഴിക്കണം. മെൻസ്ട്രേഷൻ തുടർന്ന് പോകുന്ന സമയം എന്തായാലും കഴിക്കണം, അതറിയാലോ. ഇനി മെൻസ്ട്രൽ പീരീഡ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ കൊടുക്കണോ വേണ്ടയോ തീരുമാനിച്ചിട്ട് കൊടുക്കുകയോ വേണ്ടയോ അത് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ പെൺകുട്ടിയായി കുറെ നീണ്ട കാലയളവിൽ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കണം. സ്ത്രീകൾ കുറച്ച് നീണ്ട കാലം ഇത് കഴിച്ചുകൊണ്ട് ഇരിക്കണം. പ്രഗ്നന്റ് വുമൺ ഇത് കഴിക്കാൻ പറ്റുമോ? എന്തായാലും കൊടുക്കണം. പ്രഗ്നന്റ് വുമൺ ഇത് അത്യാവശ്യമാണ്. ന്യൂട്രിചാർജ് വുമൺ കണ്ണും പൂട്ടി കൊടുക്കണം. ഓക്കെ. ഹൗ ടു ടേക്ക് ന്യൂട്രിചാർജ് വുമൺ? സിമ്പിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കഴിക്കണം. ഓക്കെ. പിന്നെ എത്ര കാലം കഴിക്കണം? കുറെ നീണ്ട കാലയളവിൽ എത്ര കാലം ആരോഗ്യത്തോടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന അത്രയും കാലം കഴിക്കണം. യു നീഡ് ടു ടേക്ക് ഓർ കൺസ്യൂം ഇറ്റ് ഫോർ എ വെരി ലോങ് ടൈം. പിന്നെ മെനോപോസ് ഉള്ള സ്ത്രീകൾ നിർത്താം. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പക്ഷെ പീരീഡ്സ് തുടങ്ങാത്ത പെൺകുട്ടികൾ കഴിക്കേണ്ട. പുരുഷന്മാരും ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കേസ് കെട്ടൊക്കെ ആണെങ്കിൽ വല്ലാതെ ഹീമോഗ്ലോബിൻ അയൺ ഡെഫിഷ്യന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലാതെ നമുക്ക് ഇത് വെറും മെൻസ്ട്രൽ പീരീഡ് നടക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിന് വേണ്ടി അടിപൊളി കോമ്പിനേഷൻസ് ന്യൂട്രിചാർജ് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ന്യൂട്രിചാർജ് വുമൺ പ്ലസ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. പക്ഷേ ഇത് അതിനേക്കാൾ നല്ലതാണ് ന്യൂട്രിചാർജ് വുമൺ പ്ലസ് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ്. പക്ഷെ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല കോമ്പിനേഷനിലേക്ക് നമ്മൾ ന്യൂട്രിചാർജ് വുമൺ, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ്. ന്യൂട്രിചാർജ് വുമൺ ഡെയിലി വൺസ്, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് ഡെയിലി ട്വൈസ്, ന്യൂട്രിചാർജ് വെജ് ഒമേഗ depends upon the situation. You need to take 2 or 3. പിന്നെ ന്യൂട്രിചാർജ് വ്യൂ ഡെയിലി 1 or again depends upon the situation 1 or 2. ന്യൂട്രിചാർജ് S5 സാധാരണ രീതിയിൽ ഒന്നേ വേണ്ടു. അതും ഡിപ്പെൻസ്. വല്ലാതെ ഇൻഫെക്ഷനോ സിവിയറിറ്റി ഉണ്ടെങ്കിൽ 1-2 കഴിക്കേണ്ടി വരും. ഓക്കെ. പിന്നെ ഇതിന്റെ കൂടെ ന്യൂട്രിചാർജ് DHAയും കൂടി ചേർക്കാം. ഓക്കെ. ദിസ് ഈസ് ദി ഹെൽത്ത് പാക്കേജ്, ഒരു വണ്ടർഫുൾ കോമ്പിനേഷൻ ഫോർ ലേഡീസ് ആൻഡ് ഗേൾസ്. അപ്പൊ മാക്സിമം ഇത് പഴയ റേറ്റ് ആണ്. ഇപ്പോഴത്തെ മാക്സിമം എന്ന് പറഞ്ഞാൽ 200 താഴെ വരുത്തും. അപ്പൊ ആരോഗ്യത്തിന് വേണ്ടി 200 രൂപ ഡെയിലി ചെലവാക്കുന്നത് എനിക്ക് തോന്നുന്നു വലിയ മോശമായിരിക്കില്ല. അനാരോഗ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്ന നമ്മള്, മരുന്നിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്ന നമ്മള്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് മരുന്നിന്റെ ലോകത്തേക്ക് പോകാതെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഡെയിലി 200 രൂപ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെലവാക്കുന്നതിന് വലിയ കുഴപ്പമുണ്ടോ? ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ഈസ് എ ബാഡ് ഓപ്ഷൻ. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ഓപ്ഷൻ. അപ്പോൾ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് വിമൻ, ന്യൂട്രിചാർജ് വെജ് ഒമേഗ, ന്യൂട്രിചാർജ് വ്യൂ, ന്യൂട്രിചാർജ് S5 and ന്യൂട്രിചാർജ് DHA. A perfect combination to improve a girls or ladies health. Right? Simple. പിന്നെ ഈ പറയുന്ന ഒരു സോ കോൾഡ് കമ്പാരിസൺ ന്യൂട്രിചാർജ് വുമൺ വെച്ചിട്ട് ഒന്നിനുമില്ല എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ന്യൂട്രിചാർജ് വുമണിൽ 50 പോഷകതത്വങ്ങളാണ്. ഈ പറയുന്ന ബാക്കി എല്ലാത്തിലും അതിനേക്കാൾ എത്തിരി കുറവാണ്. പിന്നെ അമിനോ ആസിഡ് ഇതിലേ ഉള്ളൂ, ബാക്കി ഒന്നിലില്ല. പിന്നെ 13 ഫ്രൂട്ട് പ്ലാന്റ് ഇതിലേ ഉള്ളൂ, ബാക്കി ഒന്നിലില്ല.
എന്നിട്ടും ബാക്കിയുള്ളതിനേക്കാളും വിസ് വാല്യൂ ഫോർ മണിയാണ്. നമ്മൾ എന്ത് കാശ് കൊടുക്കുന്നുണ്ടോ അത് മുതലാവണം. പിന്നെ ബാക്കി കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ ഇങ്ങനെ ഒരു ഡബയിലാണ് വരുന്നത്, ഉണ്ടല്ലോ ഡബയിൽ. അപ്പൊ ഇതിനെ കൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാല്, ഈ ഇത് പൊളിച്ചിട്ട് ആദ്യത്തെ എടുക്കുന്നതോ രണ്ടാമത്തെ ദിവസം എടുക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. പിന്നീട് എന്താ സംഭവിക്കുക, ഒന്നെടുക്കാൻ പോകുമ്പോൾ നാലെണ്ണെങ്കിലും. അപ്പൊ ഒരു കൈ കൊണ്ട് ഒന്നെടുത്ത് അവിടെ വെച്ച് ബാക്കി വീണ്ടും. അപ്പൊ ഇതിങ്ങനെ തൊടുക 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 തൊടുക, പിന്നെ ചില ആൾ അതിൻ്റെ അകത്ത് വിരലിട്ടിട്ട് അതിൻ്റെ അകത്ത് വലിച്ചെടുക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയറായിട്ട് ഡെയിലി ഒരു സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 5-10 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നോട്ട് ഗുളികളുടെ ക്വാളിറ്റി ഒക്കെ എത്രയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ന്യൂട്രിചാർജ് നിങ്ങൾക്ക് സ്ട്രിപ്പിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു ഗുളിക മാത്രമേ നിങ്ങൾ തൊടുന്നുള്ളൂ. അത് പൊട്ടിക്കുന്നു, തൊടുന്നു, അന്നേരം തന്നെ വായിൽ വെച്ചങ്ങ് കഴിക്കുമല്ലോ. അപ്പോ അറ്റ്മോസ്ഫിയറായിട്ട് ഒരു ഒരു സമ്പർക്കം തന്നെ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാളുണ്ടോ ന്യൂട്രിചാർജ് മോണിങ്ങനെ പൊട്ടിച്ച് കയ്യിൽ പിടിച്ചിട്ട് രാവിലെ പിടിച്ചിട്ട് വൈകുന്നേരം കുടിക്കുന്നു, അന്നേരം തന്നെ പൊട്ടിക്കുന്നു, വായിലെടുത്ത് കുടിക്കുന്നു. സോ ദർ ഇസ് നോ കമ്പാരിസൺ വിത്ത് എനി ബ്രാൻഡ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. ഒന്ന് റിവൈറ്റൽ എച്ച് ആണ്, ഇത് റൺബാക്സി കൊണ്ട് ഇറക്കിയ സംഭവമാണിത്. പിന്നെ ഹെർബ ലൈഫിന്റെ മൾട്ടിവിറ്റമിൻ ഉണ്ട്, വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി നോട്ട് നിയർ ടു ന്യൂട്രിചാർജ് വുമൺ അറ്റ് ഓൾ. പിന്നെ ന്യൂട്രലൈ ഡെയിലി, അത് അറിയാം ആംബേഡയാണ്. അപ്പൊ ഇതൊന്നും നമ്മളുടെ പ്രൊഡക്റ്റിന്റെ അയലത്ത് പോലും എത്താനുള്ള ഇല്ല. പക്ഷെ അതിനൊക്കെ വില നോക്കി എന്താ ചോദിക്കുന്നത്, 22 രൂപ, 19 രൂപ. ഇതും പഴയ റേറ്റുകളാണ് കേട്ടോ, നമ്മൾ 16 രൂപ ഉള്ള സമയത്തുള്ള റേറ്റുകളായത്. ഇതിന്റെ ഒക്കെ വില കൂടിയിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇതിനൊക്കെ വില കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴും എക്കണോമിക്കലി പ്രൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞ വാല്യൂ ഫോർ മണി എന്ന്. സോ ആരോഗ്യം കിട്ടുന്നു, സൗന്ദര്യം കിട്ടുന്നു, കാശും അധികം ചെലവാകുന്നില്ല. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? നമുക്കത് കഴിക്കാനുള്ള മാനസിക അവസ്ഥയെ വേണം. അത് അവസ്ഥ ഉണ്ടാണെങ്കിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, റൈറ്റ്? അതുകൊണ്ട് ശരിയായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാരണങ്ങൾ കണ്ടെത്തുക, നെഗറ്റീവായിട്ടുള്ള കാര്യം ചെയ്യാനുള്ള 10,000 കാരണങ്ങൾ കണ്ടെത്താതിരിക്കുക. എന്നാൽ തന്നെ നമുക്ക് എല്ലാവിധ ശുഭാപ്തിയോട് സമാപിക്കും. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ്.